എന്തോ ഒരു ശബ്ദം കേട്ടു. അത് കേട്ടപ്പോഴേ ഞാൻ പേടിച്ചു, എന്തോന്ന് അറിയത്തില്ല. പിന്നെ മാച്ചസ് എടുത്തോണ്ട് വന്ന് കത്തിച്ച് നോക്കിയപ്പോൾ 2 കണ്ണ് കാണുന്നു. പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിലെ വ്യത്യസ്ത തുറകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിത അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ, ദൈവം നടത്തിയത് അത്ഭുതകരമായ വഴികൾ ഓരോ ദിവസവും പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് ദൈവമായ കർത്താവ് അവസരങ്ങളെ നൽകി തന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ പൊന്നമ്മ ഹാരി ലിഡിൽ എന്ന് പറയുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസിയാണ്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പറയുവാനുണ്ട്. രാജസ്ഥാനിൽ പാകിസ്ഥാൻ്റെ ബോർഡറിൽ താമസിച്ചുകൊണ്ട് 40-ലധികം വർഷങ്ങൾക്ക് മുന്നമേ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് കർത്താവിന് വേണ്ടി അത്യധ്വാനം ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ച തന്നെ നടത്തിയ അത്ഭുതകരമായ വഴികൾ അരോമ ടിവിയുടെ ഓരോ ശ്രോതാക്കൾക്കും വലിയ അനുഗ്രഹത്തിനും പ്രചോദനത്തിനും പ്രത്യാശ വർദ്ധിക്കുന്നതിനും കാരണമായി തീരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സാക്ഷ്യം നിങ്ങൾക്കായിട്ട് പറയുവാൻ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ പൊന്നമ്മ ആൻറ്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ആൻറ്റി. ആൻറ്റിയെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ ആൻറ്റി? എവിടെ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ വിലപ്പെട്ട സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അരോമ ടിവിയിൽ കൂടെ പാസ്റ്റർ ഡാനിയൽ ജോൺ ഗുജറാത്ത് മുഖാന്തരം ഒരുക്കി തന്ന ഈ സൗഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചല്ല, എന്നാൽ ദൈവം നടത്തി തന്നു. എൻ്റെ പേര് പൊന്നമ്മ, എൻ്റെ ഭർത്താവിൻ്റെ പേര് പാസ്റ്റർ ഹാരി ലിഡിൽ. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. മൂത്തത് മകൻ, 2 പെൺകുട്ടികൾ. അവരെല്ലാവരുടെയും വിവാഹം കഴിഞ്ഞതാണ്. പെൺകുട്ടികൾ അവരവരുടെ വീട്ടിൽ കഴിയുന്നു സുഖമായിട്ട്. മോനും കുടുംബവും എൻ്റെ കുടുംബവും തന്നെ ഉണ്ട്. അവരും സുവിശേഷ വേലയിലാണ്. എത്ര നാളായിട്ട് ഞങ്ങളോട് കൂടെ ഉണ്ട്. ആമേൻ. പ്രിയ പൊന്നമ്മ ആൻറ്റിയെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി ഒരുപാട് കാര്യങ്ങൾ ആൻറ്റിക്ക് പറയാനുണ്ടല്ലോ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് ജീവിതാനുഭവങ്ങൾ പറയുന്നതിനായിട്ട് അവസരങ്ങളെ വേർതിരിച്ചു കൊടുത്ത് കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ വളർന്നതാണ്. ഞാൻ യേശുവിനെ അറിഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ വീട്ടുകാരും ഞാനും എല്ലാം മൂർത്തി പൂജ ചെയ്ത് വിഗ്രഹാരാധന ചെയ്ത് നടന്നതാണ്. കർത്താവിന് സ്തോത്രം. ഞങ്ങള് യേശു എന്നെന്നോ ദൈവത്വ ശക്തി എന്തെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഒരു പാവപ്പെട്ട വീട്ടിലാണ് ഞാൻ വളർന്നത്. എൻ്റെ അച്ഛൻ ബൗദ്ധ ഭക്തനായിരുന്നു, എന്നാല് വളരെ ദാരിദ്ര്യ ദുഃഖവും. ഭക്തനായിരുന്നു, പക്ഷേ ദാരിദ്ര്യ ദുഃഖം ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ലായിരുന്നു. മറ്റുള്ളവരുടെ വീടിന്റെ കോണിൽ എവിടെങ്കിലും പോയി ഒരു കുടിൽ വെച്ച് അതിനകത്ത് കഴിക്കുമായിരുന്നു. കർത്താവിന് സ്തോത്രം. ഞങ്ങൾക്ക് എന്തൊക്കെ 4-5 സഹോദരന്മാര്, എൻ്റെ സഹോദരൻ മരിച്ചു പോയി. ഞങ്ങള് 4 പെൺപിള്ളേരുണ്ടായിരുന്നു. ഒരു സഹോദരി ഇപ്പോൾ മരിച്ചു. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തന്നെ കുടുംബമായിട്ട് കൂലിവേല ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിക്കാൻ സ്കൂളിൽ പോകുമെങ്കിലും വീട്ടിൽ നിന്ന് പഠിക്കാനൊന്നും സമയമില്ല. കാര്യം വയറ്റിപ്പഴപ്പിന് വേണ്ടി ഞങ്ങൾ എവിടെങ്കിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നു. കർത്താവിന് സ്തോത്രം. അങ്ങനെ ആ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് ഞങ്ങളുടെ പഠിത്തത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പുസ്തകം പോലും വാങ്ങിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ലായിരുന്നു. കുറച്ച് നോട്ട് ബുക്ക് വാങ്ങിക്കും. അതുകൊണ്ട് ഞങ്ങള് പഠിത്തമൊക്കെ അങ്ങനെ നടത്തി. കർത്താവിന് സ്തോത്രം. എന്നിട്ട് അങ്ങനെ ആയിരുന്നപ്പോ ഒരു 10ാം ക്ലാസ്സിൽ ഏകദേശം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 10ലെ ബോർഡ് എക്സാമിന് എഴുതാൻ പോകുമ്പോ എനിക്ക് ആഹാരമില്ല കഴിച്ചുകൊണ്ട് പോകാൻ. അയലൊക്കത്തെ ഒരു വീട്ടിൽ പോയി പണി ചെയ്ത് കൊടുത്തിട്ട് അവര് തരുന്ന കഞ്ഞിയും കുടിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. കർത്താവിന് സ്തോത്രം. ഏതായാലും കൊള്ളാം. ഞങ്ങള് 10 വരെ ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പോയി ടെലികമ്മ്യൂണിക്കേഷൻ പഠിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലങ്ങ് ദാരിദ്ര്യ ദുഃഖം തന്നെയാ. ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക്.
അങ്ങനെ ഇരിക്കുന്നുണ്ടെ 1968 എന്റെ അച്ഛൻ തളർവാദം വന്ന് രോഗം പിടിച്ചു. 3 വർഷം അതുപോലെ കിടന്നു. ഒരു പകുതി വർഷം മുഴുവൻ പോയി. നാവ് തളർന്നു പോയി. കൈകാലുകൾക്ക് ചലനമില്ലാതായി. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ ആ അവസ്ഥയിൽ ഇരുന്നപ്പോൾ ഞങ്ങൾ ഇനി എവിടെ പോകും, ഞങ്ങളെ ആര് ശുശ്രൂഷിക്കും, ഞങ്ങളെ ആര് നോക്കും എന്നൊക്കെ ഉള്ള ഭാരം എന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ പരിചയമുള്ള ഒരു സഹോദരി പറഞ്ഞു, എന്റെ കൂടെ വരാമെങ്കിൽ ആന്ധ്രയിൽ നേഴ്സിംഗ് വാങ്ങിച്ചു തരാമെന്ന്. അവരുടെ കൂടെ ഞങ്ങൾ പോയി. അവിടെ ചെന്നിട്ട് എല്ലായിടത്തും ഒത്തിരി ഇടത്തൊക്കെ ഇന്റർവ്യൂവിന് പോയി. പക്ഷേ ഇന്റർവ്യൂവിനൊന്നും കിട്ടിയില്ല. അന്നും ഈ കൈക്കൂലി കൊടുപ്പുള്ള പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് അവിടെ ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ആ സഹോദരിയുടെ കൂടെ തിരിച്ചു വരേണ്ടതായിട്ട് വന്നു. ഞാൻ അവിടെ ഇല്ലായിരുന്ന അവസരത്തില് അച്ഛനെ അസുഖം കൂടുകയും 3 വർഷം ഒരുപോലെ കിടക്കുകയും ചെയ്തു. 3 വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹം വൈകിട്ട് ഒരു സന്ധ്യയ്ക്ക് 6 മണി ആയപ്പോൾ മരിച്ചു കഴിഞ്ഞു. അപ്പൊ എല്ലാരും കുഴിയൊക്കെ വെട്ടി ശവം അടക്കാനുള്ള വഴികളൊക്കെ ഒരുക്കിയിട്ട് അപ്പൊ എന്റെ ആങ്ങളെ പറഞ്ഞു, ഇപ്പോഴടക്കണ്ട, വെച്ചുച്ചറയെന്ന് അമ്മയുടെ വീട്ടുകാരൊക്കെ വന്നിട്ട് അടക്കാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് രാത്രി മുഴുവൻ ആ ഡെഡ് ബോഡി വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടെ രാത്രി ലൈറ്റും ഒന്നുമില്ല, മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചേക്കുക. അങ്ങനെ അവിടെ ഇരുന്നോണ്ടെ ഈ മരിച്ചു കിടക്കുന്ന അച്ഛൻ വാ തുറക്കുന്നതായിട്ട് ഒരു സഹോദരി കണ്ടു. ആ സഹോദരി പെട്ടെന്ന് അടുക്ക വന്നിട്ട് നോക്കി, എന്തുവായി വാ തുറന്നു വരുന്നേ. അവര് പേടിച്ചില്ല. ദൈവം അവർക്ക് ശക്തി കൊടുത്തു. അന്നേരം ആ വാ പൊളിഞ്ഞ് വന്നോണ്ടേ അതിനകത്തുനിന്ന് ഏതാണ്ട് ഒരു വെളുത്ത ഒരു സാധനം കണ്ടു. അങ്ങനെ അവരാ കൈ വിട്ട് അത് വലിച്ചെടുത്തപ്പോ ഒരു പിന്നെ പ്രാവിന്റെ മുട്ടയുടെ അത്രയുള്ള ഒരു കഫിന്റെ കഫക്കെട്ട് അതിനകത്തുനിന്ന് വലിച്ചെടുത്തു. അതോടെ അച്ഛൻ കണ്ണു തുറന്നു എല്ലാ വർത്തമാനം പറയാൻ തുടങ്ങി. കർത്താവിന് സ്തോത്രം. അത് കഴിഞ്ഞ് അച്ഛന് 25 വർഷം ജീവനോടെ ഇരുന്നു. കയറി ഇറങ്ങി നടക്കാനും ഒക്കെ ഉള്ള ആരോഗ്യത്തോടുകൂടെ 25 വർഷം വരുന്നു. കർത്താവിന് സ്തോത്രം. എന്നിട്ടും ഞങ്ങൾ എങ്ങനെ ചെയ്യും ഇനി? അവിടെ ഹൈദരാബാദിൽ പോയിട്ട് തിരിച്ചു വന്നു. ജോലിയൊന്നുമില്ല. വളരെ കഷ്ടതയോടെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ ഓർത്തെന്നാ കൊച്ചുങ്ങളെ പിടിച്ച് നമുക്ക് പഠിപ്പിക്കാം. അങ്ങനെ ട്യൂഷൻ ക്ലാസ് തുടങ്ങി. ഒരു യാക്കോബായിലെ ഒരു അച്ഛന്റെ വീട്ടില് 3 പിള്ളേരെ പഠിപ്പിക്കണം. അത് കുറെ ദൂരെയാ, 4-5 കിലോമീറ്റർ ദൂരെയാ. അവിടെ പോകണമെങ്കിൽ ഞാൻ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേക്കണം. 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ അന്നൊന്നും ഡൊമ്പായും വണ്ടി ഒന്നും ഇല്ലല്ലോ, കാൽനടയായിട്ട് പോണം. അങ്ങനെ അത്രയും ദൂരം ഞാൻ മല കയറി പിന്നെ ഇറങ്ങി പോണം. അത്രയും ദൂരെ ഞാൻ ഓടിയാ പോകുന്ന. കാര്യം സമയത്തിന് എന്ന് പിള്ളേരെ പഠിപ്പിച്ചിട്ട് അവർക്ക് സ്കൂളിൽ പോകേണ്ടതാ. അങ്ങനെ ഞാൻ ഓടിക്കതച്ച് അവിടെ ചെന്ന് അവിടെ പഠിപ്പിച്ചിട്ട് തിരിച്ചു വരും. വൈകിട്ടത്തെ പ്രോഗ്രാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ പിള്ളേർ വരും. അങ്ങനായിരുന്നു. 70 രൂപ ഒരു കുട്ടിക്ക് ഫീസ്. ആ തരത്തില് ഞങ്ങൾ അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴും ഞങ്ങളുടെ പ്രയാസം തീരുന്നില്ലല്ലോ. എങ്ങനെ ചെയ്യും, എന്തോ ചെയ്യും? പിള്ളേർ, എൻ്റെ താഴെയുള്ള പിള്ളേരെല്ലാം വളർന്നു വരിക. എൻ്റെ ആങ്ങള അച്ഛൻ അസുഖം കാരണം പഠിത്തമൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ അവനെ കുരുവേല ചെയ്യാൻ തുടങ്ങി, അപ്പനെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ അയലൊക്കത്തുള്ള ഒരു സഹോദരി എന്നോട് വന്ന് പറഞ്ഞു, രാജസ്ഥാനി സെൻട്രൽ ജയിലിൽ ജോലി ചെയ്യുന്ന ഒരു അച്ചായനുണ്ട്. അച്ചായൻ വന്ന് കേരളത്തിൽ നിന്ന് മലയാളി പിള്ളേരെ കൊണ്ടുപോയി നേഴ്സിങ്ങിന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു ഫോം വാങ്ങിക്കാം. 2 ഫോം വാങ്ങിച്ചോണ്ട് വന്ന് ഞങ്ങൾ അച്ഛൻ അറിയാതെ തന്നെ ആ ഫോം നിറച്ചു കൊടുത്തു വിട്ടു. 15 ദിവസം കഴിഞ്ഞപ്പോൾ അതിന്റെ ഓർഡറുമായിട്ട് അദ്ദേഹം വന്നു. അപ്പം കരാർ ഇതാ, 5000 രൂപ കൈക്കൂലി കൊടുക്കണം. ഓരോ കുട്ടിയും 5000 രൂപ കൊടുക്കണം. പിന്നെ ആ 5000 രൂപ എവിടെ നിന്ന് ഞാൻ കൊണ്ടുവരും? പിന്നെ വണ്ടിക്കൂലി, പോകാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അറേഞ്ച്മെന്റ് ചെയ്യണം. അങ്ങനായി ഞങ്ങള് എന്തോ ചെയ്യും? അച്ഛൻ അന്ന് ഇച്ചിരിയൊക്കെ നടക്കാൻ തുടങ്ങി. അച്ഛനും ഞാനും കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ചെറുപ്പഴേ. അവിടെ പോയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛൻ, എന്റെ മകൾക്കും നിങ്ങൾ ഓർഡർ കൊണ്ടുവന്നത് നന്ദി, അതിന് നന്ദിയുണ്ട്. പക്ഷേ എന്റെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകണം. പക്ഷെ ഞാൻ പൈസ തന്നില്ലെന്നും പറഞ്ഞ് അവളെ വഴിയിലങ്ങ് വിട്ടേക്കരുത് എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊണ്ടുവിട്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതോടൊപ്പം ഞങ്ങൾ അങ്ങനെ 5000 രൂപയുടെ പ്രശ്നം അവിടെ തീർന്നു. പിന്നെ പോകാനും വരാനുമുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ക്രമീകരിക്കണമായിരുന്നു. അതൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളുടെ വീട്ടുകാർ തന്നെ എല്ലാം
അതൊക്കെ ചെയ്തു തന്നു. ഞങ്ങൾക്ക് എൻ്റെ അമ്മയുടെ വീട്ടുകാർ പണക്കാരൊക്കെ ആയിരുന്നു, പക്ഷേ അവരൊന്നും ഞങ്ങൾക്ക് ഒരു 4 അണ പോലും വന്ന് സഹായിക്കത്തില്ലായിരുന്നു. അവർ എൻ്റെ ഒരു ചിറ്റപ്പൻ ഉണ്ടായിരുന്നു, അദ്ദേഹം എനിക്ക് 2 രൂപ തന്നിട്ട് പറഞ്ഞു, മോളെ ഇതേ ഉള്ളൂ എൻ്റെ കയ്യില്, ഇതും കൊണ്ട് ചായ കുടിച്ചോണം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ചെരുപ്പ് പോലും വന്നാ ഞാൻ വാങ്ങിക്കുന്നത് രാജസ്ഥാനിലേക്ക് വരാൻ. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതായാലും ഈ ഓർഡറും കൊണ്ട് വന്നു. അപ്പോ അങ്ങനെ 1973 സെപ്റ്റംബർ 6 തീയതി രാവിലെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡന്റിന്റെ അപ്പനും അമ്മയും യാക്കോബക്കാരാ, അവര് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വിട്ടു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരും ഒന്നുമല്ല, ഹോമോഗ്രഹത്തെ തൊഴുത് നടക്കുന്നവരാ. ആ അച്ചായനും അമ്മയും വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നെ വിട്ടു അവിടുന്ന്. അങ്ങനെ 6 തീയതി ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. പാലി എന്ന സ്ഥലത്ത്, പാലി ഡിസ്ട്രിക്റ്റിലാണ് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. കർത്താവിന് സ്തോത്രം. അവിടെ കൊണ്ട് ആ ഗേറ്റിന്റെ അവിടെ അച്ഛൻ എന്നെ വിട്ടിട്ട് പറഞ്ഞു, ഇതിനകത്തൂടെ കയറിപ്പോ, ആരും ഒന്നും പറയത്തില്ല. അങ്ങനെ അകത്ത് കയറിപ്പോയി. വലിയൊരു വരാന്തയാ. വരാന്തയിൽ കൂടെ ഞാൻ ഇങ്ങനെ പെട്ടിയെടുത്ത് പോകുന്നുടനെ ഒരു ശബ്ദം എന്റെ ചെവി കേട്ടു. ഇതാണ്, ഞാൻ ഇനി നീയെ അമ്പലത്തിൽ പോകരുത്, മൂർത്തി പൂജ ചെയ്യരുത്. 2 ശബ്ദം ഇങ്ങനെ ഞാൻ കേട്ടു. കർത്താവിന് സ്തോത്രം. എവിടുന്ന് വന്നു, എങ്ങനെ വന്നു ഒന്നും എനിക്കറിയത്തില്ല. എന്നിട്ട് എനിക്ക് തന്ന മുറിയിൽ ഞാൻ പോയി താമസിക്കാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കലണ്ടറിലെ യേശുവിന്റെ ഫോട്ടോ ഉള്ള ഒരു കലണ്ടർ എനിക്ക് കിട്ടി. അത് ഞാൻ കൊണ്ടുപോയി എൻ്റെ അലമാരി തൂക്കിയിട്ടിട്ട് അതിന്റെ മുന്നേ പോയി പ്രാർത്ഥിക്കും. ഇത്രേ എനിക്കറിയാം, ഇത് ഈ ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. അപ്പൊ അതിന്റെ മുന്നേ പോയിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ തന്നെയല്ല, ഞങ്ങളുടെ മുറിക്കകത്ത് ക്രിസ്ത്യാനി പിള്ളേരെല്ലാം കൂടെ കൂടി വന്നിട്ട് ബൈബിൾ പാടിക്കും, പ്രാർത്ഥിക്കും, അങ്ങനെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ കൂടെ ഞാനും പോകും. ഏതായാലും കൊള്ളാം. 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ സെന്റർ അടച്ചിട്ട് സിറോയി എന്ന് പറയുന്ന സ്ഥലത്ത് വിട്ടു. അവിടെ 1 മാസം നിന്നപ്പോൾ അവിടുത്തെ സെന്റർ അടച്ചിട്ട് തന്നെ മാസ്വാടായി വിട്ടു. മാസ്വാടായി ചെന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ മെസ്സൊക്കെ അങ്ങ് നിന്നു. മെസ്സൊക്കെ നിന്നു. ഞങ്ങൾക്ക് 75 രൂപ സ്റ്റൈഫൻഡ് കിട്ടുമായിരുന്നു. അത് വല്ലപ്പോഴും ഒക്കെയാ കിട്ടുന്ന സമയമൊന്നുമില്ല. അങ്ങനെ എനിക്ക് പൈസ വീട്ടിൽ നിന്ന് അയച്ചു തരാൻ ആരുമില്ല. എൻ്റെ ആങ്ങള ചിലപ്പം ഒരു പോസ്റ്റ് കവറിനകത്ത് ലെറ്ററിന്റെ കൂടെ ഒരു 5 രൂപ 10 രൂപ വെച്ച് എനിക്ക് അയച്ചു തരുമായിരുന്നു. അല്ലാതെ എനിക്ക് പൈസ ഒന്നും വരാനില്ല. എന്നാൽ എൻ്റെ കൂടെ താമസിക്കുന്ന കുട്ടികളുമായിട്ട് ആദ്യത്തെ മാസം ഒന്നിച്ച് ആഹാരം വെച്ചു. അവസാനം കണക്ക് കൂട്ടി വീതിച്ച് വന്നപ്പോ നല്ലൊരു തുകയായി. ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് ഇത് തരാനില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എന്നാ നീ ഞങ്ങളുടെ കൂടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ പിരിച്ചു. ഞാൻ തന്നെ ആ മുറി തന്നെ ഞാൻ അവിടെ കഴിഞ്ഞു. 4 അണയ്ക്ക് പാൽ വാങ്ങിക്കും, ഒരു ചായ അനത്ത് ഒരു ചെറിയ റൊട്ടി ഉണ്ടാക്കി തിന്നും. സന്ധ്യ വരെയും ഞാൻ അതുകൊണ്ട് കഴിഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് പഠിക്കാനോ എടുക്കത്തില്ല. പഠിക്കാൻ പുസ്തകം എടുക്കുന്നുണ്ടെ അസുഖമായിരിക്കുന്ന എൻ്റെ അച്ഛനെ ഞാൻ അതിനകത്ത് കാണും. അപ്പൊ ഞാൻ അത് അടച്ചു വെച്ചിട്ട് കണ്ണടച്ച് ഇങ്ങനെ കിടക്കും. അപ്പൊ എൻ്റെ പേരിൽ കംപ്ലൈന്റ് ആയി. പിള്ളേരെല്ലാം ചെന്ന് പറഞ്ഞു, അവള് പഠിക്കത്തൊന്നുമില്ല, ചുമ്മാ അതെപ്പോഴും കിടന്നുറങ്ങുവാന്ന്. ഞാൻ എന്തോ ചെയ്യാനാ? കർത്താവിന് സ്തോത്രം. ഏതായാലും കൊള്ളാം. പരീക്ഷയൊക്കെ കഴിഞ്ഞു. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ വന്ന പിള്ളേരെല്ലാം പണക്കാരായതുകൊണ്ട് അവരെല്ലാം തിരിച്ച് നാട്ടിൽ പോയി. കാര്യം പോസ്റ്റിംഗ് ഇപ്പം കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അവരെല്ലാവരും കുറച്ചുപേരൊക്കെ നാട്ടിൽ പോയി, കുറച്ചുപേരൊക്കെ അവിടെ തന്നെ ഉള്ള സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് കൂട്ടായിട്ട് അവരോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് പോകാൻ ആരുമില്ല, എനിക്ക് ആരെയും കിട്ടിയില്ല. കർത്താവിന് സ്തോത്രം. ഞാൻ തനിയെ. ഇവരെല്ലാരും പോയി കഴിഞ്ഞപ്പോ ആ ഹോസ്റ്റലിൽ, വലിയൊരു ഹോസ്റ്റലാണ് മാസ്വാടയിൽ, ആ ഹോസ്റ്റലില് ഞാൻ തന്നെ കഴിഞ്ഞുകൊണ്ടിരുന്നു. അവര് പോയി കഴിഞ്ഞിട്ട് അവര് വലിച്ചു കയറി കളഞ്ഞ കച്ചറപാത്രത്തിൽ നിന്ന് ഒരു ബൈബിള് കിട്ടി, ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് കിട്ടി. അത് ഞാൻ എടുത്തുകൊണ്ടൊന്ന് തുടച്ച് അത് ഞാൻ വായിക്കാൻ തുടങ്ങി. വായിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് മനസ്സിലായി, ഇത് കർത്താവായ യേശു ക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വന്നതല്ല, ഇത് ദൈവം ലോകത്തെ സ്നേഹിച്ചു, യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അതൊക്കെ ഞാൻ വായിച്ചുകൊണ്ടപ്പോ എനിക്ക് തോന്നി ഇതെല്ലാം എനിക്ക് വേണ്ടി എഴുതിയേക്കുവാന്ന്. അത് കഴിഞ്ഞ് യേശു ഈ ലോകത്തിൽ വന്ന് കഷ്ടം സഹിച്ചു, പിന്നെ മരിച്ചു, അടക്കം ചെയ്തു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റിട്ട് തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി. അപ്പൊ അതൊക്കെ വായിച്ചപ്പോൾ ഞാൻ പറയും, ഇങ്ങനെ ഒരു ദൈവത്തെ ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ലല്ലോ കർത്താവേ. അങ്ങനെ ഉണ്ടെങ്കിൽ യേശു ജീവിച്ചിരിക്കുന്ന ദൈവമാണെങ്കിൽ എനിക്ക് വെളിപ്പെടുത്തണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. തന്നെത്താനെ തോന്നി ഉപവസിക്കണമെന്ന് ഞാൻ 3 ദിവസത്തെ ഉപവാസം വെച്ചു. വെള്ളി, ശനി, ഞായർ. ഞായറാഴ്ച രാവിലെ 4:30 ആയപ്പോൾ ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെ ഒരു ശബ്ദം കേട്ടു. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. കാര്യം ഞാൻ തന്നെയുള്ള ഹോസ്റ്റലില്, ഇത് 3 ദിവസം കൊണ്ട് അടച്ചിട്ടിരിക്കുന്ന മുറിയാ.
ഞാൻ പേടിച്ചു കഥവ് തുറന്നു നോക്കിയപ്പോ ആരുമില്ല. പെട്ടെന്ന് ഒരു ശക്തി എന്നെ ഇങ്ങനെ ധക്ക ചെയ്തു, പോയി പ്രാർത്ഥിക്കാൻ. വീണ്ടും ഞാൻ പോയി പ്രാർത്ഥിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു വെള്ള മേഘം എന്നെ മൂടുന്ന, എന്റെ അടുക്കലോട്ട് വരുന്നത് പോലെ ഒരു സഫേദ് എന്തോ എന്റെ അടുക്കലായിട്ട് വരുന്നതായിട്ട് തോന്നി. ഒരു ശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദം ഇതായിരുന്നു: നീ ആരെ അന്വേഷിക്കുന്നു? അവൻ ഞാനാകുന്നു. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, അന്ത്യം വരെയും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് എന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ ഞാൻ കഴിയുമായിരുന്നു. എനിക്ക് വലിയൊരു സമാധാനം ദൈവം തന്നു. ആ നിത്യസമാധാനം ഇപ്പോഴും എന്നെ നടത്തുന്നു. ആ സമാധാനം എന്നെ ഇപ്പോഴും നടത്തി. എന്തൊരു കഷ്ടമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും ആ സമയത്ത് എനിക്ക് സമാധാനം തരുന്ന ഈ വചനവും ദൈവവും എന്റെ കൂടെ ഉള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനും പ്രാർത്ഥിച്ചു, കർത്താവെ, എന്റെ ശരീരം, ആത്മാവും പ്രാണനും ഇതാ തിരുക്കരങ്ങളിൽ തരുന്നു. ഇനി ഞാൻ ജീവിച്ചിരിക്കുന്ന നാൾ വരെ, എന്റെ ശ്വാസം പോകുന്നത് വരെ ഞാൻ യേശുവിനായിട്ട് ജീവിക്കും എന്ന് ഞാൻ അവിടെ സമർപ്പിച്ചു. അപ്പോൾ തന്നെ എനിക്ക് തോന്നി പള്ളിയിൽ പോകണമെന്ന്. നാട്ടിൽ ഞങ്ങളുടെ അയൽവക്കത്തെല്ലാം പള്ളികളുണ്ട്, ഞങ്ങൾ പള്ളിയിലൊന്നും പോയിട്ടില്ല. അന്ന് എനിക്ക് തോന്നി പള്ളിയിൽ പോകണമെന്ന്. ഒരു പള്ളി അന്വേഷിച്ചു പോയി. ഒരു CNI ചർച്ച് എനിക്ക് കിട്ടി. അവിടെ ചെന്ന് കയറിയപ്പോൾ അവിടെ മലയാളികളുടെ ആരാധന നടക്കുക. അവിടെ ചെന്ന് അവിടെ ഇരുന്നപ്പോ മുതൽ ആ ബെഞ്ചായിരിക്കുമ്പോ എന്റെ ശരീരം അങ്ങ് വിറയ്ക്കുവോ, ഞാൻ അങ്ങ് കരച്ചിൽ തന്നെ കരച്ചില്ല. എന്തിനാ കരയുന്നേ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇരുന്നു. അവിടെ വചന ശുശ്രൂഷ നടന്നു. ഞാൻ പ്രകാശിത വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും ഞാൻ വാതിക്കൽ മുട്ടുന്നു, അത് യേശു പറഞ്ഞ ആ വചനം പ്രചാരം ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ അന്ന് കത്രിമേശ ഉണ്ടായിരുന്നു. കത്രിമേശ എന്തുവാന്നൊന്നും എനിക്കറിയത്തില്ല. കൊണ്ടു തന്നവർ എന്റെ കയ്യിലും ബ്രെഡ് തന്നു. ആ ബ്രെഡ് എന്റെ കയ്യിലോട്ട് വരികയും ഞാന് മേളിലോട്ട് തുള്ളുകയും ചാടുകയും എന്തുവാ സംഭവിക്കുന്നതെന്ന് എനിക്കും അറിയത്തില്ല, അടുക്കരിക്കുന്നവർക്കും അറിയത്തില്ല. അങ്ങനായി ഞാൻ ഏകദം അത് കയ്യിലെടുത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ തുടർന്ന് അനുഭവിക്കാൻ എനിക്ക് കൃപ തരണേ എന്നും പറഞ്ഞ് ഞാൻ അത് അനുഭവിച്ചു. കർത്താവിന് സ്തോത്രം. വെളിയിൽ ഇറങ്ങി വന്നപ്പോൾ സ്റ്റാഫൊക്കെ കണ്ടായിരുന്നു. അവര് പറഞ്ഞു, നീ ഹിന്ദു ആയിരിക്കുന്നോണ്ട് ഇതിനകത്ത് കൈവച്ചത് നിന്നെ ദൈവം ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ശിക്ഷയും കിട്ടത്തില്ല, ഇതിനകത്ത് സത്യമുണ്ടെങ്കിൽ തുടർന്ന് അനുഭവിക്കാൻ ദൈവം കൃപ തരും എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോന്നു. ഹോസ്റ്റലിൽ വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റൈഫൻഡൊക്കെ കിട്ടി. കടമൊക്കെ വീട്ടി കഴിഞ്ഞിട്ട് നാട്ടിൽ പോകാൻ എന്നിട്ടും പൈസ ഇല്ല. അപ്പൊ ഞാൻ ഓർത്ത്, എന്നാൽ സെൻട്രൽ ജയിലിൽ പോയി കുട്ടിച്ചായനോട് ചെന്ന് പൈസ വാങ്ങിച്ചോണ്ട് നാട്ടിൽ പോകാം. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന വിവരങ്ങളൊക്കെ പറഞ്ഞു. കുട്ടിച്ചായൻ പറഞ്ഞു, നിന്റെ വീട്ടിലെ സ്ഥിതി എനിക്കറിയാം, നീ വീട്ടിൽ ചെന്നിട്ട് എന്തോ ചെയ്യും, ആര് നിന്നെ ശുശ്രൂഷിക്കും, നിനക്ക് ആരാ ആഹാരം തരുന്നേ എന്നും പറഞ്ഞ് അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ. ആ മനുഷ്യൻ പോയി സിറ്റിയിൽ പോയിട്ട് എനിക്കൊരു ജോലി വാങ്ങിച്ചുകൊണ്ട് വന്നു. അന്നത്തെ കാലത്തെ 150 രൂപ മാസം ഒരു നേഴ്സിംഗ് സെന്ററിൽ എനിക്ക് ജോലി വാങ്ങിച്ചു തന്നു. കർത്താവിന് സ്തോത്രം. പിറ്റേ ദിവസം മുതൽ ഞാൻ അവിടെ പോകാൻ തുടങ്ങി. 3 കിലോമീറ്റർ നടക്കണം, 3 കിലോമീറ്റർ തിരിച്ചു വരണം. അങ്ങനെ ഞാൻ പോയി വന്ന് നിന്നും ഞാൻ അങ്ങ് ഒരുപാട് തളർന്നു. ഇത്രയും നടക്കാനൊന്നും വയ്യ. അത്രയും എന്നാ ഇവരുണ്ടല്ലോ, ഈ കുട്ടിച്ചാവിന്റെ വീട്ടുകാർ പെന്തിക്കോസ്കാരാ. അവര് നേരത്തെ യാക്കോബക്കാരായിരുന്നു. അവര് പെന്തിക്കോസിൽ വന്നിട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ. എല്ലാ മീറ്റിങ്ങിനും പോകും. വണ്ടിയും സിറ്റി ബസ്സും ഒന്നുമില്ല. എന്നാലും അവര് നടന്ന് എല്ലാ കോട്ടേജ് മീറ്റിങ്ങിനും ആരാധനയ്ക്കും എല്ലാം പോകും. എനിക്ക് ഒത്തിരി സന്തോഷമായി അവരുടെ കൂടെ പോകാൻ. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു ഞായറാഴ്ച ഞാൻ പറഞ്ഞു, ഇത്രയും നടന്ന് ആരാധന പോകുന്ന പ്രാർത്ഥന, ഇന്ന് ഞാൻ പോകത്തില്ല. അങ്ങനെ പറഞ്ഞ് ഇവരങ്ങ് പോയി. ഇവര് പോയി കഴിഞ്ഞപ്പോ എനിക്ക് കരച്ചിലും വെപ്രാളമൊക്കെ വന്ന് ഞാൻ പോയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ആദ്യം കണ്ട ആ വെള്ള മേഘം പോലെ എന്റെ അടുക്കലോട്ട് വന്നിട്ട് എന്നെ അങ്ങ് മൂടി. എന്നിട്ട് ഒരു ശബ്ദം കേൾക്കുക, നീ ഇത്രയും കഷ്ടം അനുഭവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ കാണാനുള്ളൂ. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്നോട് ക്ഷമിക്കണം, ഇനി എത്ര നാൾ ജീവിച്ചിരിക്കുന്നു അത്രയും നാൾ ഞാൻ സൺഡേ ആരാധന മുടക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവിന് അവിടുന്ന് വിടുതൽ തന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന 150 രൂപ ശമ്പളത്തിന് ഒരു ജോലി വാങ്ങിച്ചു തന്നു. അവിടെ ഞാൻ പോകാൻ തുടങ്ങി. 3 കിലോമീറ്റർ നടന്നു പോകണം, തിരിച്ചു വരാനും 3 മണിക്കൂർ. അത്രയും നടന്ന് ഇതായി. ഇവരുടെ കൂടെ എല്ലാം ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും. എല്ലായിടത്തും നടന്നാ പോകണ്ടേ, എല്ലായിടത്തും നടന്ന് പോകും. ഒരു ഞായറാഴ്ച ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു, ഇത്രയും നടന്ന് എവിടെ പോകാനാ, അതുകൊണ്ട് ഞാൻ ഇന്ന് പോകുന്നില്ല എന്നും പറഞ്ഞ് വീട്ടിൽ ഇരുന്നു. ഇവരെല്ലാരും പോയി കഴിഞ്ഞു. എനിക്ക് വളരെ പ്രയാസം തോന്നി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അന്ന് എനിക്ക് ദർശനം തന്ന ആ രൂപം തന്നെ എന്റെ അടുക്കൽ വന്നു. ഒരു വെള്ള മേഘം വന്ന് എന്നെ മൂടി. എന്നിട്ട് അതിനകത്തുനിന്നൊരു ശബ്ദം, മകളെ,
കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തെ കാണാൻ ഒക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ കേട്ടപ്പോ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇനി ഞാൻ എന്നോട് ക്ഷമിക്കണേ, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകും. കർത്താവിന് സ്തോത്രം. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. 1976 ഫെബ്രുവരിയിലെ ആദ്യത്തെ സൺഡേ ഞാൻ അവിടെ സ്നാനം പറഞ്ഞു. ഇത് പിന്നെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് എല്ലാം കേട്ടു. പാസ്റ്റർ തോമസ് മാത്യു കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, സഹോദരി അങ്ങനെ ഉണ്ടെങ്കിൽ സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, സ്നാനപ്പെട്ട് ഞാൻ ക്രിസ്ത്യാനി ആകത്തില്ല, ഞാൻ മരിക്കുന്നത് വരെ ഞാൻ യേശുവിനായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ ഒരു തലത്തിലും നിർബന്ധിച്ചില്ല. അങ്ങനെ വന്നുകൊണ്ടിരുന്നു. ആ മാസം തന്നെ ഫെബ്രുവരി ലാസ്റ്റ് ശനിവാർക്ക് അവിടെ 2 സ്നാനം ഉണ്ടായിരുന്നു. ഒന്നൊരു മഹാരാഷ്ട്രൻ സിസ്റ്റർ കാമലെ, എന്നൊരു മലയാളി സിസ്റ്റർ ആലീസ്, 2 പേരുടെ സ്നാനം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഫെയ്ത്ത് ഹോമിലായിട്ട് ചർച്ചുമായിട്ട് പരിചയപ്പെട്ട പിന്നെ ഞാൻ ഉച്ചയ്ക്ക് റെസ്റ്റ് കിട്ടുന്ന സമയത്ത് ചർച്ചിനകത്ത് പോയിട്ട് അവിടുത്തെ അമ്മാമ്മയായിട്ട് ഇരുന്നിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ അവിടെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നേ ഞാൻ പറഞ്ഞു, അമ്മാമ്മ ഈ സ്നാനം എന്തുവാ, ഇത് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അന്നേരം എന്നോട് ചോദിച്ചു, കണ്ടാ മതിയോ? ഞാൻ പറഞ്ഞു, ഒന്ന് കാണാം എന്തുവാന്നറിയാ. അത്രയും പറഞ്ഞിട്ട് പാസ്റ്ററെ ഞാൻ അവിടുന്ന് ഇറങ്ങുക, ആ റോഡിൽ കൂടെ നടന്നു പോവാ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം എന്റെ ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു കൈ എന്തോ എഴുതുന്നു, വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവന് മാത്രം രക്ഷിക്കപ്പെടും, ഇങ്ങനെ എന്നെ എഴുതി കാണിക്കുക. ഇത് കണ്ടോണ്ട ഞാൻ എപ്പോഴും വിളിച്ചു, ഇത് കർത്താവിന്റെ കൽപ്പനയാണ്, ഇത് എനിക്ക് അനുസരിച്ചേ ഒക്കത്തുള്ളല്ലോ. അതിനെക്കുറിച്ച് ചിന്തിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഞാന് രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോയി. അവിടെയും എനിക്ക് നല്ലതായിട്ട് തോന്നിയില്ല. ഒരു ആപ്ലിക്കേഷൻ എഴുതി ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു. വീട്ടിൽ വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് ശക്തിയായിട്ട് ഇടപെട്ടു, സ്നാനപ്പെട്ടേ മതിയാവും. അപ്പൊ ഞാൻ ആരുടെ കൂടെ പോകും? പള്ളിക്കാർ 11 മണിയാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആരുടെ കൂടെ പോകും, എങ്ങനെ പോകും? ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞോണ്ടിരുന്നു. അപ്പൊ അച്ചായൻ വന്നു, എന്തിനാടി കരയുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. പറയാൻ വയ്യായിരുന്നു. ഇപ്പൊ അവിടെ 10:30 बज गया, अभी 11 बजे उधर पहुंचना. तो भी उन्होंने जाके പുള്ളിക്കാരൻ പോയി ഒരു ഓട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഓട്ടോ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ ജോലിയാ, പുള്ളിക്കാരിയെയും വിളിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ ഫത്തേസാഗർ എന്ന് പറയുന്ന ആ നദിയുടെ തീരത്താണ് സ്നാനം കൊടുക്കുന്നത്. അവിടെ വരെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പള്ളിക്കാരെല്ലാം വന്നിട്ടുണ്ട്, എല്ലാരും പ്രാർത്ഥന നടക്കുന്നു. ആദ്യം ആ 2 ശിഷ്യന്മാർക്ക് കൊടുത്തു. 3-ാമത്തെ പ്രാവശ്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കൊടുക്കുന്നു എന്നും പറഞ്ഞിങ്ങനെ മുക്കി ഇങ്ങോട്ട് മേളി വരികയും ആ കണ്ട രൂപം അപ്പോഴും എന്റെ അടുക്കൽ വന്നു, എന്റെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കുന്നു. എനിക്ക് ശക്തി തന്നു. ഞാൻ അറിയാതെ തന്നെ ഉച്ചത്തിൽ ഹല്ലേലൂയ സ്തോത്രം പറയാൻ തുടങ്ങി. ആ വെള്ളത്തിൽ തന്നെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്നു. കർത്താവിനെ സ്നേഹിച്ചു പാപിയായിരുന്നു എന്നെ വീണ്ടെടുത്തു. കർത്താവിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കി തന്റെ മകളാക്കി തീർത്തു. കർത്താവിന് സ്തോത്രം. അവിടുന്ന് വന്നിട്ട് അന്ന് തന്നെ രാത്രി കത്രിമേശ ഉണ്ടായിരുന്നു, കത്രിമേശയിൽ പങ്കുകൊണ്ടു. ആ രാത്രി ഞാൻ ഉറങ്ങാതിരുന്ന എന്റെ അച്ഛനെ എഴുത്തെഴുതി, അച്ഛാ ഞാനൊരു പുതിയ സൃഷ്ടിയായി തീർന്നു, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഭാവിയായിരുന്ന എന്നെ ദൈവം വീണ്ടെടുത്തു. അതെല്ലാം അങ്ങനെ ബൈബിളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഴുത്തെഴുതി. എനിക്കൊരു സഹോദരനെ ഉള്ളവൻ എന്റെ ഇളയതാണ് 3 വർഷത്തിന്. അവൻ ആ ലെറ്റർ എഴുത്ത് വായിച്ചിട്ട് അവന് ദേഷ്യം വന്നിട്ട് അവൻ എനിക്ക് എഴുതി, പട്ടിണി കിടക്കുന്ന അമ്മയപ്പനേക്കും സഹായിക്കാൻ വേണ്ടി നീ ജോലിക്ക് പോയിട്ട് നീ ഇപ്പോൾ സന്യാസിനിയായി എന്റെ വീട്ടിൽ കയറിയേക്കരുത്, അമ്മയപ്പനെയും കാണാൻ പോലും ഇവിടെ വരരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവെ ഞാൻ എന്തോ ചെയ്തു? ഞാനൊരു യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ടു, അല്ലാതെ ഞാൻ ഒരു പാപം ചെയ്തില്ലല്ലോ. ഞാൻ എന്തോ പാപം ചെയ്തിട്ട് എന്നെ എല്ലാരും വെറുക്കുന്നേ. അങ്ങനെ ഇരുന്ന കർത്താവിന്റെ വചനം എനിക്ക് വന്നു, അമ്മയോ അപ്പനോ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവർ ദൈവത്തിന് യോഗ്യമല്ലെന്ന്. അതൊക്കെ വചനം തന്ന് ദൈവം എന്നെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ഇരുന്നോണ്ട് എന്റെ 2 സഹോദരിമാർ പോലും എന്നെ കാണാൻ വരാതായി. അവരും പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ യേശുവിനെ മതി, യേശുവിനെ വേണ്ട, ഞങ്ങളുടെ കൃഷ്ണ ഭഗവാനെ മതി എന്നും പറഞ്ഞ് അവരും ബാധിച്ചു. അങ്ങനെ 4 വശത്തു നിന്നും എനിക്ക് എതിർപ്പ്. എന്നത് ദൈവജനമേ, ഞാൻ 7 വർഷക്കാലം നാട്ടിൽ പോയില്ല. എനിക്കറിയാം അവിടെ ചെന്നാല് അവരെന്നെ എന്തെങ്കിലും ചെയ്ത് എന്നെ നശിപ്പിക്കും. എനിക്ക് ദിവസം പറയേണ്ടതാ. ഞാൻ 7 വർഷം വരെ നാട്ടിൽ പോകാതെ ഇരുന്നു. കർത്താവിന് സ്വന്തം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാനവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോ അപ്പോഴത്തേക്ക് ഞാൻ പാസ്റ്റർ തോമസ് മാത്യുവിന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പം പിന്നെ പാസ്റ്റർ തോമസ് മാത്യു അമ്മാമ്മയും പല സ്ഥലത്ത് കല്യാണം ആലോചിച്ചു ഒക്കെ എല്ലാം ഞാൻ പറഞ്ഞു വേണ്ട. സ്നാനപ്പെട്ടതിന് അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല.
അതുകൊണ്ട് കല്യാണമൊന്നും എനിക്ക് നടത്താനൊക്കത്തില്ല. അതൊക്കെ എനിക്ക് എന്റെ അപ്പനും അമ്മയ്ക്കും എനിക്ക് ജോലി കിട്ടും, അപ്പനെ അമ്മ എനിക്ക് സഹായിക്കണം എന്ന് പറഞ്ഞു. അവരും പിന്നെ കുറെയൊക്കെ ആലോചിച്ചിട്ട് അവരങ്ങ് നിർത്തി. അങ്ങനെ ഇരുന്നപ്പം ജൂൺ 6 എനിക്ക് പോസ്റ്റിംഗ് ഓർഡർ വന്നു. പോസ്റ്റിംഗ് ഓർഡർ വന്നു. അതും ഒരു അത്ഭുതം. ലിസ്റ്റ് വന്നതിനകത്ത് എന്റെ പേരില്ല. പിന്നെ ഒരു ബ്രദറ്, പരിചയമുള്ള ബ്രദറ് ജയ്പൂരിലുണ്ട്. അദ്ദേഹം പോയി ലിസ്റ്റ് നോക്കിയപ്പോൾ അവിടുത്തെ ലിസ്റ്റിനകത്ത് എന്റെ പേരുണ്ട്, വെളിയിൽ ഇറങ്ങിയ ലിസ്റ്റിനകത്ത് എന്റെ. അപ്പൊ പിന്നെ അവിടുന്ന് പുള്ളിക്കാരൻ അത് എടുത്ത് എനിക്ക് അയച്ചു തന്നു. അങ്ങനെ ഞാന് ജൂൺ 6 അവിടുന്ന് തിരിച്ചു. എനിക്ക് ജോലി ചുറ്റിയിട്ടും എനിക്ക് പോകണമെന്ന് ആഗ്രഹമില്ല. ഞാൻ ഓർത്ത് ഈ കുടുംബം വിട്ടു പോയാൽ ഞാൻ നശിച്ചു പോകും. ഞാൻ അതുകൊണ്ട് അമ്മാമ്മയോട് പറഞ്ഞു, അമ്മാമ്മ എനിക്ക് 150 രൂപ കിട്ടുന്നത് മതി, ഞാൻ പോകത്തില്ല ഇവിടം വിട്ട്. അപ്പോൾ ആ മേരി ആന്റി എന്നോട് പറഞ്ഞു, നീ പോകുന്നത് വെറും ജോലിക്കല്ല, അവിടെ സുവിശേഷ വേല ചെയ്യാനാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ ആലോചന പ്രകാരം ഏതായാലും ഞാൻ അവിടുന്ന് ഇറങ്ങി. ഞാൻ ജോധ്പൂരിൽ വന്നു. ജോധ്പൂരിൽ വന്നപ്പോൾ പാസ്റ്റർ തോമസ് മാത്യുവിന്റെ സഹോദരൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചു തന്നു. 1 മണിക്കൂറോളം, വണ്ടി ലേറ്റ് ആയിരുന്നു, 1 മണിക്കൂറോളം അവിടെ നിന്ന് ദൈവവചനമൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. കാര്യം ഞാൻ പുതിയ വിശ്വാസിയാണ്. അവരൊക്കെ എന്ന് പറയുന്നത് ജനംസെ ക്രിസ്ത്യാനികളാ. അങ്ങനെ ആയപ്പോ അവർ ഒരുപാട് വചനമൊക്കെ പറഞ്ഞ് തന്നെ എന്നെ ബലപ്പെടുത്തി. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പോകുന്നു. അദ്ദേഹവും പോയി. വണ്ടി സ്റ്റാർട്ടായി. ആ വണ്ടിയിൽ ഇരുന്നപ്പോ മനുഷ്യരെ കണ്ടപ്പോ എനിക്ക് പേടിയായി. വലിയ വലിയ കട്ടിയുള്ള തുണി, ചാക്ക് പോലുള്ള പവാടയും കുർത്തയൊക്കെ ഇട്ട് വലിയ വലിയ മനുഷ്യര് തലക്കെട്ടും ഒക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുന്നതെല്ലാം കണ്ടപ്പോ ആകെപ്പാടെ പേടിച്ചു പോയി. ആ വണ്ടിയെ കണ്ണും അടച്ചോണ്ടിരുന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടും പ്രാർത്ഥിച്ചോണ്ടും ഇങ്ങനെ പോവാ. ഏതായാലും പാട്ന സ്റ്റേഷനിൽ വന്നിറങ്ങി. അവിടുന്ന് ഒരു പരിചയക്കാരുടെ അഡ്രസ് തന്നു. അവിടെ പോയി. ഹോസ്പിറ്റലിന്റെ ക്വാർട്ടറിലായിരുന്നു. അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ അവിടെ ആരുമില്ല. അവര് സിനിമ കാണാൻ പോയിരിക്കുമായിരുന്നു. ക്രിസ്ത്യാനികളാ. അവര് സിനിമ കാണാൻ പോയിട്ട് വന്ന് അപ്പൊ എന്നെ കണ്ടു. പിന്നെ അവിടെ എനിക്ക് മുറി തുറന്നു തന്നു. അവിടെ പോയി എല്ലാവരും അങ്ങ് കിടന്നു. ഒരു പ്രാർത്ഥന ഇല്ലാതെ കിടന്നു. അപ്പം ഞാൻ ഓർത്ത്, കർത്താവേ, ഇവര് ക്രിസ്ത്യാനികൾ, അവർ പ്രാർത്ഥിക്കാത്ത എന്താ? എനിക്കങ്ങ് വിഷമം കയറിയിട്ട് വയ്യോ. ഞാൻ എവിടെ പോകും? ഞാൻ അന്നേ പറഞ്ഞ ഉദയപൂരിൽ തന്നെ മതിയെന്ന്. അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് താഴെ ഇറങ്ങിയിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ കരഞ്ഞു കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. നേരം വെളുത്തപ്പോഴത്തേക്ക് എല്ലായിടത്തും പാട്ടായി. ഒരു പുതിയ പെണ്ണ് പോസ്റ്റിംഗ് ആയി വന്നിട്ടുണ്ട്. അവൾ കരച്ചില. അവരുടെ ആരെങ്കിലും മരിച്ചു പോയാൽ. കർത്താവിന് സ്തോത്രം. എന്നോട് എല്ലാരും ചോദിക്കാൻ തുടങ്ങി, നിന്റെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, എനിക്കുള്ളവരെല്ലാം ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട്, ആരും മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഏതായാലും കൊള്ളാം. അവിടെ 10 ദിവസം അവിടെ താമസിച്ചിട്ട് അവിടുന്ന് പിന്നെ വേറൊരു ഗ്രാമത്തിൽ പോയി. അവിടെ PSC ആണ്. അവിടെ പോയി ജോലി ചെയ്തു. അവിടുന്ന് 10 ദിവസം നിന്നു. അത് കഴിഞ്ഞ് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരുന്ന സബ് സെന്റർ ജസായി എന്ന് പറയുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുവിട്ടു. അവിടെ ചെന്ന് നോക്കിയപ്പോ എന്തുവാ വിവരം അറിഞ്ഞപ്പം ഈ ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് മുസൽമാന്മാരുടെ ഖബർസ്ഥാനത്തിനകത്ത്. അവർ 4 വശത്തും മറ്റുള്ള ജാതികളെ ദഹിപ്പിക്കുന്നതും കുഴിച്ചിടുന്നതും ഒക്കെ ആയിട്ടുള്ള, ചുരുക്കം പറഞ്ഞാൽ ശവക്കോട്ടയ്ക്കകത്ത് തന്നെ. അങ്ങനെ 2 ദിവസം എന്നെ കൊണ്ടുകൂട്ടാൻ വന്ന സഹോദരിമാർ എനിക്ക് ചാർജും ഒക്കെ തന്നിട്ട് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞു, കൊച്ചെ, ഇവിടെ കിടക്കരുത്, തന്നെ കിടക്കരുത്, ഇവിടെ മിലിറ്ററിക്കാർ വരും, ഇവിടെ പിന്നെ കള്ളന്മാര് വരും, ഭൂതങ്ങൾ വരും, അത് കാരണം നീ ഇവിടെ കിടക്കരുത്, അയലൊക്കത്ത് എവിടെയെങ്കിലും പോയി കിടക്കണമെന്ന്. എനിക്ക് അവരോട് ഞാനൊന്നും പറഞ്ഞില്ല. അവര് പോയി കഴിഞ്ഞിട്ട് ഞാൻ കഥ അടച്ച് 2 മണിക്കൂർ കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവേ, നീ എനിക്കൊരു ജോലി തന്നു. ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന എനിക്ക് നീ ഒരു ഗവൺമെന്റ് ജോലി തന്നു. ജീവിക്കാൻ എനിക്കൊരു താമസിപ്പാൻ ഒരു ഗവൺമെന്റ് ക്വാർട്ടർ തന്നു. ഞാൻ ഇവിടെ തന്നെ കിടക്കും, ഞാൻ ഒരു വീട്ടിലും പോകത്തില്ല. നീ എനിക്ക് ശരണസ്ഥാനവും കോട്ടയുമായിട്ടുണ്ട്. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുകയില്ല മയങ്ങുകയുമില്ലെന്ന് ഞാൻ വായിക്കുന്നുണ്ട്. അതെന്റെ ജീവിതത്തിൽ നീ ലാഘവാക്കി തരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവവചനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവിന് സ്തോത്രം. എനിക്ക് സമാധാനമായി. ഞാൻ അങ്ങനെ അവിടെ തന്നെ ഉറങ്ങി. ആ രാത്രി രാവിലെ പിന്നെയും വന്ന് മനുഷ്യർ ചോദിക്കാൻ തുടങ്ങി, ബെഞ്ചി, നീ എവിടാ കിടന്നേ? ഞാൻ പറഞ്ഞു, ഇവിടാ കിടന്ന്. അയ്യോ, ഇവിടെ കിടക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ദിവസം മനുഷ്യർ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവെ, നീ തന്ന ഭവനമാകുന്നു, നീ തന്ന ജോലിയാകുന്നു, ഞാൻ എങ്ങും പോകത്തില്ല കർത്താവെ, നീ എനിക്ക് രക്ഷയായിട്ടുണ്ടല്ലോ. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കിടന്നു. അങ്ങനെ ഇരുന്നപ്പോ ഒരു ദിവസം ഞങ്ങളുടെ ഓഫീസിൽ പോയി ഒരു മീറ്റിങ്ങിന് പോയി. രാവിലെ 8 മണിക്ക് പോയതാ, വൈകിട്ട് 7:30 ആയപ്പോഴാ വന്ന്. എനിക്കങ്ങ് വിശന്നിട്ട് വയ്യ, ഒന്നുമില്ല. ഞാൻ പാല് വാങ്ങിക്കുന്ന വീട്ടിലെ ഒരു വല്യപ്പച്ചനുണ്ട്. ആ വല്യപ്പച്ചൻ സ്റ്റേഷനിൽ വന്ന് എന്റെ സാധാരണമൊക്കെ എടുത്തോണ്ട് വന്നു. അങ്ങനെ അവിടെ വന്നോണ്ട് എനിക്ക് വിശന്നിട്ട് വയ്യ, ഇരുട്ടാ, ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്തോ ചെയ്യും? ആ വല്യപ്പച്ചൻ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഇവിടുത്തുകാരാ,
അവര് തന്നെ അങ്ങാര് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ വാ, നീ കഴിച്ചിട്ട് അവിടെ കിടക്കെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോ അവരൊരു ബാജറയുടെ റൊട്ടിയൊക്കെ ഉണ്ടാക്കി തന്നു. അത് കഴിച്ചിട്ട് ഞാൻ അവിടെ തന്നെ കിടന്നു. അവരെ ചൂടുകാലമായതുകൊണ്ട് വെളിയിലെ കട്ടിലിട്ട് കിടക്കുന്നത്, അവിടെ ഞാൻ കിടന്നു. പക്ഷെ 4 മണിക്ക് എനിക്ക് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നതുകൊണ്ട് 4 മണിക്ക് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എന്റെ വീട്ടിൽ വന്നു, എന്റെ മുറി വന്നു. എന്റെ കയ്യിൽ ടോർച്ചില്ല, ആ ദേശത്തെ ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. ഞാൻ ഏതായാലും കഥ തുറന്ന എന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് പ്രാർത്ഥനയ്ക്ക് ഒരു ദെറി വിരിച്ചിട്ടിട്ടുണ്ട്. അവിടെ പോയി ഞാൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. 2 മണിക്കൂർ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. 2 മണിക്കൂർ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ്, ഞാൻ ഓർത്ത് ഇനി എന്നാ ബൈബിൾ വായിക്കാന്ന് വെച്ച് എഴുന്നേറ്റ് ഇത് ഒരു ജനലിന്റെ അവിടെ ഇങ്ങനെ ആ താക്കയില് ബൈബിൾ വെച്ചേക്കുമായിരുന്നു. അത് എടുക്കാനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയപ്പോ എന്തോ ഒരു ശബ്ദം കേട്ടു. അത് കേട്ടപ്പോഴേ ഞാൻ പേടിച്ചു, എന്തോന്ന് അറിയത്തില്ല. പിന്നെ മാച്ചസ് എടുത്തുകൊണ്ട് വന്ന് കത്തിച്ച് നോക്കിയപ്പോൾ 2 കണ്ണ് കാണുന്നു. ഞാൻ പേടിച്ചു, എന്തോ സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഓടി കയറി ജനലിന്റെ അവിടെ പോയിരുന്നു. എന്നിട്ട് പുറയിലത്തെ കതവ് തുറന്നിട്ട് ഞാൻ അവിടെ നോക്കി നിന്ന് മനുഷ്യരാരെങ്കിലും വരുന്നുണ്ട്. ഒരു മനുഷ്യൻ വന്നപ്പോ ഞാൻ ആ മനുഷ്യനെ വിളിച്ച് കാണിച്ചു. അദ്ദേഹം പറഞ്ഞു ഇതുണ്ടെന്ന് പറഞ്ഞു. ഒരു വടി എടുത്തോണ്ട് വന്ന് അതിന്റെ തലയ്ക്ക് തന്നെ ഇത് വെച്ചിട്ട് അതിനെ വെളിയിൽ കൊണ്ടുവന്നു. വെളിയിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ജനങ്ങളൊക്കെ കൂടി വന്നു. ഇത് എവിടുന്നാന്ന് ചോദിക്കാൻ തുടങ്ങി. അവർക്കൊക്കെ പരിചയം ഉണ്ടല്ലോ ഇതെന്നവാ. അവര് പറഞ്ഞു ഇത് കടിച്ചാൽ ഇപ്പം തന്നെ പോകും. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ പോയാലും എന്തോ പോയാലും. ഞാൻ 2 മണിക്കൂർ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഇങ്ങനെ മുട്ടുമേലിരിക്കുമ്പോ ഈ തൊടയുടെ സമയത്ത് ഈ മുട്ടിന്റെ ഇച്ചിരി ഉപ്പറായിട്ട് അവിടാണ് ഇതിരുന്നത്. ഞാൻ എന്റെ ഇരിപ്പിന്റെ സ്ഥലം അവിടെ. അവിടുന്ന് ഞാൻ എഴുന്നേറ്റ് അവിടെ എന്നെ തൊട്ട് തന്നെ ഇരിക്കുക. അത് 2 മണിക്കൂർ അതിന്റെ അടുത്ത് ഇരുന്നു. കർത്താവിനെ രക്ഷിച്ചു, വിഷജന്തുവിൽ നിന്നും രക്ഷിച്ചു. കർത്താവിന്റെ രക്തക്കോട്ടയിൽ എന്നെ പൊതിഞ്ഞു. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ തീയിൽ എന്നെ ദൈവം കാത്തു പരിപാലിച്ചു. അവിടെ നിന്ന് എനിക്ക് രക്ഷ കിട്ടി. കർത്താവിന്റെ സ്തോത്രം. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാന് എനിക്ക് ഒരു ഈ എള്ളുണ്ട തിന്നുന്ന ഇഷ്ടമാണ്. ഞാൻ കുറച്ചുണ്ടാക്കി ഞാൻ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് തന്നെത്താനെ തിന്നു. തന്നെത്താനെന്ന് പറയാൻ ഞാൻ തന്നെ ഉള്ളൂ. ഞാൻ അത് മുഴുവൻ തിന്നു. അത് കഴിഞ്ഞ് എന്റെ വയറഴുക്കായി. രാത്രി മുഴുവനും പ്രയാസമായി. അങ്ങനെ ആയി. വെളുപ്പ് ഒരു 4 മണി ആയപ്പോ ഞാന് കൊളാപ്സ് ആയി പോയി. ഞാൻ പൾസ് നോക്കിയപ്പോ പൾസ് ഇല്ല. എന്റെ ശരീരം എല്ലാം തണുത്തു വരുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ശരീരം ആത്മാ പ്രാണന് നിനക്കുള്ളത്, ഞാനിതാ നിന്റെ അടുക്കൽ വരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോ, വെളുപ്പിന് 4 മണിക്കാണ്, അല്പസമയം കഴിച്ചപ്പോ ആദ്യം കണ്ട അതേ വെള്ള രൂപം എന്റെ അടുക്കൽ വരികയാണ്. നടന്നിങ്ങനെ വന്നിട്ട് ആ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ചോദിക്കുക, മകളെ നീ സൗഖ്യമാകുവാൻ ആഗ്രഹിക്കുന്നു? ഞാൻ പറഞ്ഞു ആ പ്രഭു, സത്യം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. കൈ നീട്ടി എന്റെ കൈ കണ്ടും പിടിച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് അവിടെ ഇരുത്തി. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ ആരുമില്ല. കർത്താവിന് സ്തോത്രം. ആ മരുഭൂമിയിൽ ഞാൻ മരിച്ചു പോയപ്പോഴും എന്റെ കർത്താവിന്റെ അടുക്കൽ വന്ന് എനിക്ക് ജീവൻ തന്നു. എന്നെ പിന്നെയും എഴുന്നേൽപ്പിച്ചു. കർത്താവിന് സ്തോത്രം. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പം അവിടെ ഞാൻ പറഞ്ഞല്ലോ ആരുമില്ല, ജനങ്ങളൊന്നുമില്ല. ഒരു പ്രൈമറി സ്കൂളുണ്ട്, ആ സ്കൂളല്ലാതെ ഒന്നുമില്ല. അവിടെ ടൂർണമെന്റ് നടക്കുമായിരുന്നു. അപ്പം കുറെ മാസ്റ്റർമാര് കള്ളു കുടിച്ചിട്ട് 3 മാസ്റ്റർമാര് രാത്രി 12:30 ആയപ്പം എന്റെ മുറിയുടെ അടുക്കൽ വന്നു മുറി തട്ടാൻ തുടങ്ങി. അവര് ഷൂ ഇട്ടിട്ടുണ്ട്, ആ ഷൂവും കൊണ്ട് തട്ടാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. പറഞ്ഞു ഞങ്ങൾക്ക് മരുന്ന് വേണം, ഛർദിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ മരുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു വെളിയിൽ ഇറങ്ങി വന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 12:30 കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങാനുള്ള ഓർഡർ ഞങ്ങൾക്കില്ല. കുറെ നേരം, 1/2 മണിക്കൂർ അവരാ ഷൂ ഇട്ടിട്ട് ഈ കഥകിനടച്ചു. ഈ ഒരു ചെറിയ വിരലിന്റെ അത്രയുള്ള ഒരു ചുടുക്കിനെയാണ് അവിടെ ഉള്ളത്. അതെന്നാല് പൊട്ടിക്കാൻ ദൈവം ഇടം കൊടുത്തില്ല. എന്റെ കർത്താവിന്റെ പരിചയം പോലുമായിട്ട് ദൈവം എനിക്ക് കൂട്ടുണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം. അവർ തിരിച്ചുപോയി. നാളെ നിന്നെ കാണിച്ചേക്കാം എന്നും പറഞ്ഞ് അവർ പോയി. കർത്താവിന് സ്തോത്രം. അത് സംഭവിക്കുന്നതിന് മുമ്പ് 12 മണിയായപ്പം ദൈവം എനിക്ക് വെളിപാട് തന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞാണ് ഈ സംഭവം നടന്നത്. കർത്താവ് എന്നെ രക്ഷിച്ചതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ദുഷ്ടന്മാരുടെ
വായിലാകപ്പെടാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. അതുകൊണ്ട് ഞാൻ അന്നും ഇന്നും ഞാൻ ആ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കും. കർത്താവെ, യൗവനക്കാരി തന്നെത്താനെ ഒരു കാട്ടില് ഒരു മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ നിന്റെ നിന്റെ കരുതല് എത്ര വലിയതാകുന്നു. ഞാൻ നിനക്ക് എന്തുള്ളൂ, ഞാൻ പാപിയായിരുന്നു, നീ എന്നെ ഇത്രയും സ്നേഹിപ്പാൻ എന്തുള്ളൂ എന്ന് ഞാൻ ദൈവത്തെ അന്നും ഇന്നും സ്തുതിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ആ കാര്യത്തിന്. കർത്താവിന് സ്തോത്രം. അങ്ങനെയൊക്കെ ആയി എങ്ങനെ ഇരുന്നോണ്ടേ ഉദയപൂരില് ഞാൻ എഴുത്തെഴുതി, അമ്മയ്ക്ക് ഇവിടെ പള്ളിയില്ല, പള്ളിയിൽ പോകാൻ നിവർത്തിയില്ല, പഠിച്ചവർ പോലും ഇവിടെ ഇല്ല, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് എഴുതിയപ്പോ അവർക്ക് പിന്നെയും ഭാരം തോന്നിയിട്ട് അവരൊരു കല്യാണാലോചന പിന്നെയും തുടങ്ങി. അപ്പൊ ഈ പാസ്റ്റർ അരിലിടിലിന്റെ അമ്മ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒരു പെണ്ണിനെ വേണം, സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ള. അന്നേരം പാസ്റ്റർ തോമസ് മാത്യു ചോദിച്ചു, മലയാളി ചലേക അന്ന് ചോദിച്ചു, മതിയോന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, സാരമില്ല, ദൈവത്തിന്റെ വേലയെ സഹായിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം അദ്ദേഹം, അമ്മാമ്മ എനിക്കൊരു എഴുതി, നീ ഒരു ഫോട്ടോ അയച്ചു തരണം എന്നാ. അപ്പൊ എനിക്ക് മനസ്സിലായി ഫോട്ടോ അയച്ചു കൊടുക്കുന്ന എന്തിനാ, കല്യാണത്തിന് വേണ്ടി. അപ്പൊ ഞാൻ അമ്മാമ്മയ്ക്ക് എഴുതി, അമ്മാമ്മയെ കല്യാണമൊന്നും എനിക്ക് വേണ്ട, എന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അത്രമാത്രം എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്തോ ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കാഞ്ഞുകൊണ്ട് അന്ന് ഇദ്ദേഹം മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ് വീട്. അവിടുന്ന് വിശേഷ വേല ചെയ്യുന്ന ചിന്ദ്വാഡ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പൊ അവിടുന്ന് ചിന്ദ്വാഡയിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ച് ജോധ്പൂരിൽ കൊണ്ടുവന്നു. ജോധ്പൂരിലെ അദ്ദേഹത്തിന്റെ ഒരു പെങ്ങളും ഭർത്താവ് പാസ്റ്റർ പീറ്റർ മഷി സുവിശേഷ വേല ചെയ്യും. അവിടെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് അവർ രണ്ടുപേരും കൂടെ എന്റെ അടുക്ക് എന്നെ കാണാനായിട്ട് ഗ്രാമത്തിൽ വന്നിട്ട് വന്ന് കയറി ആദ്യത്തെ മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ ഗ്രാമത്തിൽ പോയി എന്നെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ പോയിട്ട് 1 മണിയായപ്പോൾ തിരിച്ചു വന്നു. ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. 4 മണിക്ക് അവർ പോകാനെല്ലാം ഒരുങ്ങിയപ്പം പീറ്റർ മാഷി ഇത്ര എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഇത് എന്റെ ഭാര്യയുടെ സഹോദരനാ, സുവിശേഷ വേല ചെയ്യുക, അൺമാരീഡാ. സിസ്റ്റർ ആംബിയ, നിങ്ങളും പിന്നെ അൺമാരീഡാ, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചിട്ട് വാഡ്മേരി വന്നു. വാഡ്മേരിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്ന വീട്ടിൽ ചെന്നിട്ട് അവിടെ ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് സൈലേഷ് സിസ്റ്ററിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ജോധ്പൂരിൽ ചെന്നിട്ട് ആ അദ്ദേഹത്തിന്റെ സഹോദരിയെ കൊണ്ട് എഴുത്തെഴുതിച്ചു. എഴുത്തിനകത്ത് ഇങ്ങനെയുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് കല്യാണത്തിനെ കുറിച്ച് നിന്റെ അഭിപ്രായം പറയണം. അപ്പൊ എന്റെ അഭിപ്രായം എന്താ പറയാനാ, ഞാൻ വേണ്ടെന്ന് പറയും. ഞാൻ മറുപടി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഉദയപൂരി പാസ്റ്റർ തോമസ് മാത്യുവിനോട് ചോദിച്ചിട്ട് അദ്ദേഹം ഒരു ഡേറ്റ് കൊടുത്ത് എന്നോട് ചോദിക്കാതെ തന്നെ മെയ് 17-ാം തീയതി പെന്തിക്കോസ്റ്റൽ ചർച്ച് ഉദയപൂരിൽ നിന്റെ വിവാഹം നടക്കും, നീ അവിടെ വരണമെന്ന്. അപ്പൊ ഞാൻ ഓർത്തു, എന്റെ അമ്മയും അപ്പനും എവിടാ, ഞാൻ സ്നാനപ്പെട്ടതിന് അച്ഛനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ കല്യാണത്തിന് അങ്ങനെ ഔക്കുന്നു. ഞാൻ എന്തോ ചെയ്തു, പ്രാർത്ഥിക്കാൻ പോകുന്ന ആ വീട്ടിലെ അമ്മച്ചിയോട് ചെന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, എടി കണ്ടതാ അവര്, അതുകൊണ്ട് പറഞ്ഞു, എടി നല്ല ആടി, സുന്ദരനാടി, വെളുത്തതാടി, മറ്റേതാ മറിച്ചാന്നൊക്കെ അവർ ഒരുപാട് പ്രശംസ ഒക്കെ പറഞ്ഞു കല്യാണം കഴിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടി, എനിക്ക് എന്റെ അമ്മയും അപ്പനെയും സഹായിക്കണം, അതാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. എന്നാ രാത്രി മുഴുവൻ ആ അമ്മയുടെ മടി കിടന്ന് കരഞ്ഞു. അത് കഴിഞ്ഞ് എന്താ അമ്മ പറഞ്ഞു, എന്നാ നിനക്ക് ഇഷ്ടമില്ല ടെലഗ്രാം ചെയ്തു. ഉജ്ജയിലെ അഡ്രസ് കൊടുത്ത് അവർ ടെലഗ്രാം ചെയ്തു. ഇവര് ഉജ്ജയിന് ടെലഗ്രാം ചെന്നപ്പോ ഈ ടെലഗ്രാമും കൊണ്ട് അവരെല്ലാരും കൂടെ പീറ്റർ മഷിയും അമ്മയും എല്ലാരും കൂടെ ഉദയപൂരിൽ ചെന്ന് പാസ്റ്റർ തോമസ് മാത്യുവിനെ ടെലഗ്രാം കാണിച്ചു. ആ പുള്ളിക്കാരന് വന്ന വിഷമായി. ഞാൻ സ്നാനപ്പെട്ട അന്ന് മുതൽ അദ്ദേഹത്തെ എന്റെ ഒരു പിതാവിനെ പോലെ കണക്കാക്കും. പ്രായം വ്യത്യാസം അധികം ഇല്ല, എന്നാലും എന്റെ ഒരു പിതാവിനെ പോലെ, എന്റെ ഒരു ആത്മീയ പിതാവ്, അതെങ്ങനെയാ ഞാൻ കണക്കാക്കും. അപ്പോ അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കുമെന്ന്. ഞാൻ കേൾക്കാം, പക്ഷെ ഈ കാര്യത്തിന് ഒക്കത്തില്ല എന്ന് പറഞ്ഞു. ഏതായാലും കൊള്ളാം, അദ്ദേഹം ഞാൻ പറഞ്ഞ ഒന്നും കേട്ടില്ല. അദ്ദേഹം ഉജ്ജയിനുകാർക്ക് എക്സ്പ്രസ് ടെലഗ്രാം ചെയ്ത് അവരെ വിളിച്ചു. അവര് മെയ് 31-ാം തീയതി അവർ വന്നു കഴിഞ്ഞിട്ട് പാസ്റ്റർ തോമസ് മാത്യു എന്നോട് പറഞ്ഞു, ഇനി മാനാ ചെയ്തേക്കരുത്, അവർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കല്യാണം നടത്തണം. പിന്നെ അമ്മാമ്മയെ ഞങ്ങളെല്ലാരും കൂടെ പോയി എനിക്ക് വേണ്ടുന്ന സാരിയും അതും ഇതെല്ലാം എന്തൊക്കെ വേണം എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ 4 ദിവസത്തെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഒരു പൊന്നമ്മ സന്യാസിനെ അറിയുമോ? ഒരു പൊന്നമ്മ സന്യാസിനി ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരു 3 ദിവസത്തെ കൺവെൻഷൻ എല്ലാം നല്ലതായിരുന്നു. നല്ല കൺവെൻഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ജൂൺ 5-ാം തീയതി പാസ്റ്റർ ഹരിലിഡിലുമായിട്ട് എന്റെ വിവാഹം
ഉദയപൂർ പെന്തിക്കോസ്റ്റൽ ചർച്ച് വെച്ച് നടത്താൻ ദൈവം ഇടയാക്കി. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് കൺവെൻഷന്റെ സമയം ആയതുകൊണ്ട് ഒരുപാട് ദൈവദാസന്മാരും വിശ്വാസികളും ഒക്കെ ആയിട്ട് ആ കല്യാണം അങ്ങനെ നടത്തി ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായി. ദൈവത്തിന്റെ വിചാരം, എന്റെ വിചാരം ആകാശവും ഭൂമിയും പോലുള്ള അന്തരം ഉണ്ടായിരുന്നത് കൊണ്ട് അത് സംഭവിച്ചു. ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. ഞാൻ ഉദയപൂർ ടെലഗ്രാം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പം ദൈവം പ്രാർത്ഥനയിൽ ഇദ്ദേഹത്തെ എന്നെ കാണിച്ചു. ഒരു ചുമന്ന കൈലിയും ഒരു വെള്ള ബനിയനും ഇട്ട് വന്ന് കട്ടിലേക്ക് കിടക്കുന്നതായിട്ട് കാണിച്ചു. ഇത് നിനക്ക് വേണ്ടി, ഇത് നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി നീ കടന്നു പോകും. ആ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഉദയപൂരിൽ പോയത്. അവിടെ അങ്ങനെ അത് ഒരു അത്ഭുതമാണ്. ദൈവം അങ്ങനെ എന്നെ വെളിപ്പെടുത്തി. അപ്പോഴാണ് ഞാൻ ഉദയപൂരിൽ പോയത്. പിന്നെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങള് പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോന്നു. കാര്യം എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ചുറ്റിമെന്റ് കിട്ടത്തില്ലെന്ന്. അതുകൊണ്ട് എല്ലാവരും എന്നെ ഇനി പറഞ്ഞു വിട്ടു. ഞങ്ങൾ വീട്ടിൽ പോയി. അവിടെ ഒരു മാസം നിന്നിട്ട് തിരിച്ച് ഞങ്ങള് ഉജ്ജയിനിൽ പോയി. വീട്ടുകാരെ എല്ലാവരുമായിട്ട് അവിടുത്തെ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങള് ചിന്തവാടായി പോയി. അവിടെ പോയിരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നു. എന്നോട് ചോദിച്ചു, നീ ദർശനം കിട്ടുമോ? ഞാൻ പറഞ്ഞു, ആ ദർശനം. കാര്യം എന്റെ സാക്ഷ്യമൊക്കെ എല്ലാം ദർശനം എന്നായിട്ട് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ദർശനം കിട്ടുമോ? ഞാൻ പറഞ്ഞു, ആ പ്രാർത്ഥിക്കാൻ ദൈവം വെളിപ്പെടുത്തുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 മണി വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഒരു ജനക്കൂട്ടം ഇരുട്ട് നിറഞ്ഞ ദേശത്തിരിക്കുന്നു. ബൈബിളിന്റെ അകത്തും ഇദ്ദേഹത്തിന്റെ മുഖത്തും മാത്രമുണ്ട് പ്രകാശം. അങ്ങനെ ഒരു ദർശനം നടന്നു. അപ്പൊ എന്താവാന്ന് അറിഞ്ഞില്ല. അതിനെക്കുറിച്ച് ഇങ്ങനെ ഞാൻ ആത്മീയമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നോണ്ടല്ലോ. അപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇവിടെ ആമീൻ പറഞ്ഞു. ആ കാര്യം 2 മണിയായി. അങ്ങനെ ആമീൻ പറഞ്ഞതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണാനൊത്തില്ല. കർത്താവിന് സ്തോത്രം. ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു, ഞാൻ അവധിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അദ്ദേഹം അങ്ങ് പോയി. അങ്ങനെ ഞങ്ങള് പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ ആ ദർശനത്തെ കുറിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, ആ ദർശനം കിട്ടിയത് എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ഇന്ത്യയുടെ മാപ്പ് എന്റെ മുന്നിൽ വന്നു. ആ ഇന്ത്യയുടെ മാപ്പ് എന്റെ മുന്നിൽ വന്നോണ്ട് അതിനകത്ത് എഴുതിയേക്കുക, ഹിന്ദി അക്ഷരത്തിൽ എഴുതിയേക്കുക, പശ്ചിം രാജസ്ഥാൻ. അങ്ങ് എഴുതി എന്നെ കാണും. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ ദാസന് ഇവിടെ കടന്നു വരും. കർത്താവിന് സ്തോത്രം. ഇറ്റാച്ചി ഫെലോഷിപ്പുകാരെ 1 വർഷത്തേക്ക് വിട്ടില്ല. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാണ് അവർ വിട്ടെങ്കിലും ജസൽമീർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വിട്ടത്. ഇവിടെ വന്ന് സാധനമെല്ലാം കൊണ്ട് അതും കൊണ്ട് ഞങ്ങള് ജസൽമീരിൽ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വീട് നോക്കി നടന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. അല്ല, ഞാൻ ഷോർട്ടിലാ പറഞ്ഞേ. വീട് കിട്ടിയില്ല. ആ സാധനമെല്ലാം ഒരു തേലാഗാടിയെ വെച്ചോണ്ട് ഞങ്ങൾ ആ ജസൽമീരിലെ ഗളി എല്ലാ വഴികളിലും ഞങ്ങൾ നടന്നു. ഞങ്ങൾക്കൊരു വീട് കിട്ടിയില്ല. ഒരു 4-4:30 മണിയായപ്പം ഒരു BSFന്റെ ക്വാർട്ടറിന്റെ അവിടെ കൂടി ഇങ്ങനെ പോയപ്പോ ഒരു മലയാളി ഓഫീസർ ഡ്രസ്സിലായിരുന്നു. എന്നെ കണ്ടപ്പോ മലയാളിയാന്ന് തോന്നിയിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, എവിടെ പോവാ എന്തോന്നൊക്കെ ചോദിച്ചു. വിവരം അറിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, വീട് ഇവിടെ കിട്ടാൻ പ്രയാസം, ഒരു കാര്യം ചെയ്യേ, വീട് കിട്ടുന്നിടം വരെ എന്റെ ഇവിടെ ക്വാർട്ടറിൽ വന്ന് താമസിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ക്വാർട്ടറിൽ ഞങ്ങൾക്ക് അഭയം തന്നു. 15 ദിവസം അദ്ദേഹത്തിന്റെ നൗക്കർ ഞങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കഴിഞ്ഞുകൊണ്ട് ഒരു വീടൊക്കെ അന്വേഷിച്ചു. ഒരു 60 രൂപയ്ക്ക് ഒരു ചെറിയൊരു മുറി. പക്ഷെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ പുള്ളിക്കാരൻ തിരിച്ചിഞ്ഞു വന്നു. അപ്പൊ കർത്താവ് പറഞ്ഞത് എന്റെ അനുസരിച്ചെല്ലാം നടക്കുക. അപ്പൊ അങ്ങനെ ആയപ്പോ തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ അവിടെ ഹോസ്പിറ്റലിൽ വരുന്നവരോടൊക്കെ സുവിശേഷം പറയും. ഞായറാഴ്ച താല്പര്യമുള്ളവരുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ അവിടെ അങ്ങനെ കഴിഞ്ഞു പോയി. അദ്ദേഹം അവിടുന്ന് മിലിറ്ററിക്കാരുടെ വണ്ടിയിലെ സുവിശേഷ പുസ്തകങ്ങളുമായിട്ട് സിറ്റിയിൽ പോയി പുസ്തകങ്ങളൊക്കെ വിറ്റിട്ട് തിരിച്ചു വരും. വരാനും പോകാനുള്ള സൗകര്യമില്ല. പോകണമെങ്കിൽ മിലിറ്ററി ചെന്നിട്ട് അവരുടെ മിലിറ്ററിക്കാരുടെ വണ്ടിയിൽ ഏതെങ്കിലും കയറി വേണം പോകാൻ, അല്ലാതെ പോകാനുള്ള യാത്രാ സൗകര്യമൊന്നുമില്ല. അങ്ങനെ അവര് പോയിക്കൊണ്ടിരുന്നു. ഒരു പ്രാവശ്യം രാംദേവര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ട്രക്ക് പുസ്തകവുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടെ പോയി. അവിടെ എങ്ങനെയോ കഷ്ടിച്ച് അവിടെ ചെന്ന് പറ്റി. ആ പെട്ടി തുറന്ന് പുസ്തകം വെളിയിലോട്ട് ഇറക്കിയപ്പോഴത്തേക്ക് പോലീസുകാരും എതിർപ്പുകാരും എല്ലാം കൂടെ വന്ന് അദ്ദേഹത്തെ ഓടിച്ചവിടുന്നത്. പിന്നെ പെട്ടി എടുത്ത് താനെ എടുത്ത് ചുമ്മിക്കൊണ്ട്
തിരിച്ചു വന്നപ്പോ മിലിറ്ററിക്കാരുടെ സെന്ററിൽ കൂടെ അവരുണ്ട്. അവിടെ കൂടെ വന്നപ്പോ അവരവിടെ പിടിച്ചു നിർത്തിയിട്ട് ജയിലിലിടാൻ തുടങ്ങി. പാകിസ്ഥാനിലെ ഏജന്റാന്നും പറഞ്ഞു. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏജന്റ് ഒന്നും അല്ല, എന്റെ ഭാര്യ ഇവിടെ സബ് സെന്ററിൽ ജോലിയുണ്ട്, പിന്നെ ഞാനിങ്ങനെ സുശേഷ വേലയില്ല, ഞാൻ പോയിട്ട് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ആരും സമ്മതിക്കുന്നില്ല. ഇല്ല, അത് നിന്റെ ഭാര്യയല്ല, മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ ഫോട്ടോ കൊണ്ട് കാണിക്കാം. ദൈവാധീനം പോലെ നമ്മുടെ ഈ കല്യാണത്തിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം വന്ന് ഫോട്ടോ എല്ലാം കൊണ്ട് കാണിച്ചു കഴിഞ്ഞാണ് ഓഫീസർ ഞങ്ങളെ അദ്ദേഹത്തെ അവിടുന്ന് വിട്ടു. അങ്ങനെ വിട്ട് വന്നു. അങ്ങനെയൊക്കെ ആദ്യം ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. ഈ പീരീഡില് ഞാൻ പ്രഗ്നന്റ് ആവുന്നു. 8ാം മാസത്തിൽ ദൈവം എനിക്കൊരു ദർശനം തന്നു. അതെന്നായിരുന്നു ചോദിച്ചാല്, ഞാൻ ഇങ്ങനെ അവിടെ ഇച്ചിരി ഉറങ്ങാനായിട്ട് ഇങ്ങനെ പോയി കിടന്നോന്നെ, ഉറക്കം വരുന്നില്ല, കണ്ണടഞ്ഞിരിക്കുക. ഒരു റീൽ എന്റെ മുന്നിൽ ഇങ്ങനെ കറങ്ങി. അതിനകത്ത് പെട്ടെന്ന് എല്ലാം കണ്ടു. പെയിൻ വന്നു, മിലിറ്ററി ഹോസ്പിറ്റലിൽ പോകുന്നു, വലിയ ഹോസ്പിറ്റലിൽ പോകുന്നു. അവിടെ ചെന്നപ്പോ ഓപ്പറേഷൻ ചെയ്യുന്നു, ഇദ്ദേഹത്തിന്റെ ബ്ലഡ് എടുക്കുന്നു, എനിക്ക് തരുന്നു, ഓപ്പറേഷൻ നടക്കുന്നു, ഒരു ആൺകുഞ്ഞുണ്ടാകും. ഇത്രയും കണ്ടു. ഞാൻ അന്നേരം ഇദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് സാറിന്റെ ബ്ലഡ് വേണം, എന്റെ ഓപ്പറേഷൻ നടക്കും എന്നെല്ലാം പറഞ്ഞു. ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഞാൻ ബ്ലഡ് തരത്തില്ല എന്ന് പറഞ്ഞു. കാര്യം അവർ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. അവരുടെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 5 വർഷം പിള്ളേരില്ലായിരുന്നു. പിന്നെ ഫുൾ ടൈം ആയപ്പം പ്രസവത്തോടു കൂടെ ഓപ്പറേഷന് കൊണ്ടുപോയപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ട് മരിച്ചു. അങ്ങനെ ആയപ്പോ അവർക്ക് അതൊക്കെയുള്ള പേടി കൊണ്ട് ഇദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഏതായാലും കൊള്ളാം, ഫുൾ ടൈം ആയി, എനിക്ക് പെയിൻ തുടങ്ങി, ഞങ്ങളുടെ അയൽപ്പക്കത്തൊന്നും ആരുമില്ല, ഇപ്പൊ ഗ്രാമത്തിലൊക്കെ ഉള്ളവരൊക്കെ ദൂരെയാ താമസിക്കുന്നത്. അങ്ങനെ എനിക്ക് പെയിൻ തുടങ്ങി. ഞങ്ങൾ അവിടുന്ന് രണ്ടുപേരും കൂടെ തയ്യാറായിട്ട് മിലിറ്ററി ഹോസ്പിറ്റൽ 1/2 മണിക്കൂർ ദൂരെയാ, അര കിലോമീറ്റർ ദൂരെയാ. അവിടെ ചെന്ന് അവരോട് പറഞ്ഞു, ഒരു വണ്ടി താ, ഞങ്ങൾക്ക് പോവാം. അവർ അന്നേരം പറഞ്ഞു, വണ്ടി ഇപ്പൊ ഒന്നും പോകുന്നില്ല, വലിയ വണ്ടിയാ, നിങ്ങൾക്ക് പോകാനുള്ള സൗകര്യം അതില്ല, അതുകൊണ്ട് നിങ്ങൾ രാവിലെ വരണം. എന്താണെങ്കിലും കൊള്ളാം. അത് കേട്ടപ്പോഴേ എന്റെ പെയിന് എന്തായി. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു, പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങി. രാത്രി കുഴപ്പമൊന്നുമില്ലായിരുന്നു. രാവിലെ ഞങ്ങൾ തയ്യാറായിട്ട് 6 മണിക്ക് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പം കൊച്ചു പിള്ളേരുടെ സ്റ്റുഡന്റിന്റെ വണ്ടി പോകുന്നുണ്ടായിരുന്നു. അതേ വെച്ച് കൊണ്ടുപോയി സിറ്റി ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് ആ ടേബിളിൽ എന്നെ കിടത്തി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കള തലയെ കൈ വെച്ച് പറഞ്ഞു, ഹിന്ദിയിലാ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, നീ ഭയപ്പെടരുത്, ഞാൻ എന്റെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ പൂർത്തിയാകും. കർത്താവിന് സ്തോത്രം. അത് കഴിഞ്ഞ് അവിടെ 2 ഡോക്ടർമാരുണ്ട്, ഒരു സീനിയറും ഒരു ജൂനിയറും. അവർ രണ്ടുപേരും കൂടെ വഴക്കായി. അവർ രണ്ടുപേരും കൂടെ, ജൂനിയർ പറയും ഓപ്പറേഷൻ ചെയ്യണം, സീനിയർ പറയും ഓപ്പറേഷൻ ചെയ്യണ്ട. അങ്ങനെ 15 ദിവസം അവിടെ കിടത്തി. 15 ദിവസം അവിടെ കിടത്തി. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വീട്ടിലെ അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരും, ചായ ഒക്കെ ഞങ്ങൾ അവിടെ തന്നെ സ്റ്റാഫ് റൂമിൽ ഉണ്ടാകും. അങ്ങനായി അവിടെ കഴിഞ്ഞു. 24-ാം തീയതി മാർച്ചില് എനിക്ക് പെയിൻ സ്റ്റാർട്ടായി. നന്നായിട്ട് പെയിൻ തുടങ്ങി. ഈ വലിയ ഡോക്ടറിനെ വിളിച്ചാൽ വരത്തില്ല, ചെറിയ ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തേ പറ്റും. പിന്നെ അവർ കരഞ്ഞ് വിളിച്ചല്ല, അങ്ങേര് വന്നു. വെളുപ്പിന് ഒരു 4 മണിയായപ്പം വന്നെ പറഞ്ഞു, എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു ബ്ലഡ് കൊണ്ടുവരാം. ഞങ്ങൾ അതുവരെ ബ്ലഡ് ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കിയപ്പോ ഞങ്ങളെ കൊണ്ടുപോയി, എന്റെ ബ്ലഡും അദ്ദേഹത്തിന്റെ ബ്ലഡും കൊണ്ടുപോയി എടുത്തപ്പം ഗ്രൂപ്പ് കിട്ടി. ഗ്രൂപ്പ് 1 തന്നെ. കർത്താവിന് സ്തോത്രം. ഏതായാലും കൊള്ളാം, ബ്ലഡ് എടുത്ത് എനിക്ക് തന്നു. ഓപ്പറേഷൻ നടന്നു. ഒരു നല്ല ഒരു ആൺകുഞ്ഞിനെ ദൈവം തന്നു. ആ ആൺകുഞ്ഞിനെ ഞാൻ കണ്ടതുപോലെ തന്നെ വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് വെളിയിലായി കൊണ്ടുപോയി. കർത്താവിന് സ്തോത്രം. ആ കുഞ്ഞിന് ഒരു വിശേഷത ഉണ്ടായിരുന്നു. അവൻ 6 മാസമായ കുഞ്ഞിനെ പോലെ ചിരിക്കുമായിരുന്നു, മുഖത്ത് നല്ല പ്രകാശം. 3 ദിവസം സ്റ്റാഫ് എല്ലാം വന്ന് അതിനെ നോക്കി കളിപ്പിച്ച്, അതിനെ ഡ്രസ്സും ഒക്കെ ധരിപ്പിച്ച് എല്ലാം നല്ലതായിട്ട് അതിനെ വെച്ചിട്ട് പോയി. 3-ാം പക്കം നോക്കിയപ്പോൾ ഉണ്ട്, ഈ കൊച്ചൊന്ന് ഞെട്ടി, ഇത് ഒരു ഇക്കിള് വിട്ടതോടെ ആ കുഞ്ഞിന്റെ ശ്വാസം. ഇദ്ദേഹം പെട്ടെന്ന് എടുത്തോണ്ട് തിയേറ്ററിൽ കൊണ്ടുപോയി ഓക്സിജൻ കൊടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് ആളില്ല. അങ്ങനെ കർത്താവ് എനിക്കൊരു കുഞ്ഞിനെ തന്നു. എന്നെ കാണിച്ചില്ല, ഞാൻ സ്വപ്നത്തിൽ കണ്ടതായിരുന്നു, എന്നെ കാണിക്കാതെ കൊണ്ടുപോയി. അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ ഇത്രയും പറഞ്ഞു, യഹോവ നദിയ, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടണം എന്ന് മാത്രം പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഞാൻ വീട്ടിൽ വന്നു. 15 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നു. എന്റെ അനിയത്തി കൂടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഉജ്ജയിനിൽ പോയി അമ്മയെ ആശ്വസിപ്പിക്കാൻ.
ഞാൻ തന്നെ ഇങ്ങനെ താമസിക്കുന്നു. എനിക്ക് ദൈവത്തോട് ഞാൻ ഒരു റെസ്റ്റും ചെയ്തില്ല. എന്നാ ചോദിച്ചാൽ ഞാൻ ഒത്തിരി പൗത്രയായതുകൊണ്ടല്ല. ഞാൻ പറഞ്ഞ കർത്താവെ, എന്റെ വയറ് കീറിയ ഒരു കൊച്ചിനെ എടുത്തിട്ട് എനിക്ക് അതിനെ നീ എനിക്ക് തന്നില്ലല്ലോ, എന്താ ഇതിന് കാരണം? ഞാൻ അങ്ങ് പൊറുപൊറുപ്പലും ബൈബിള് വായിക്കലും അങ്ങ് ദൈവത്തോട് അങ്ങ് ദിവസം ഇരുന്ന് കരച്ചില് തന്നെ കരച്ചില്ല. ഒരു റെസ്റ്റും ചെയ്തില്ല. ഡോക്ടർ പറഞ്ഞു 6 മാസം റെസ്റ്റ് വേണം, 3 വർഷം കുഞ്ഞുങ്ങൾ ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞാ വിട്ട്. പക്ഷെ ഞാൻ ഒരു റെസ്റ്റും ചെയ്തില്ല. എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് വിഷമം കൊണ്ട് എനിക്ക് വയ്യ. അത് കാരണം ഞാൻ ഒരു റെസ്റ്റ് എടുത്തില്ല. എന്റെ അനിയത്തി എനിക്ക് എല്ലാം ഉണ്ടാക്കി തരുമായിരുന്നു, പക്ഷെ ഞാൻ ഒന്നും കഴിക്കത്തില്ലായിരുന്നു. ദൈവസന്നിധിയിൽ നിന്ന് കരച്ചിലും ബൈബിൾ വായനയും മാത്രമല്ലായിരുന്നു. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇദ്ദേഹം പോയിട്ട് തിരിച്ചു വന്നു, അനിയത്തിയും അങ്ങ് പോയി. ഞാൻ തനിയായിരുന്നു. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവാത്മാവ് പറയുകയാണ്, നിന്റെ ദുഃഖം ഞാൻ അറിയുന്നു, നീ ഭയപ്പെടേണ്ട. 7 മാസം കഴിയുമ്പോ ഗർഭവതിയാവും. ഒരു പുരുഷ പ്രജ, ഒരു ആൺകുഞ്ഞിനെ ഞാൻ തരും. അവന് യോവേൽ എന്ന് പേരിടണം, അവന് എന്റെ പേരൊക്കെ എടുക്കണം. ഇത്രയും ഞാൻ സ്പഷ്ടമായിട്ട് കേട്ടു. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥന ചെയ്തു, കരയാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് ഇനി ഒന്നും വേണ്ട, എന്റെ വയറൊക്കെ ചൂടും, എനിക്കൊന്നും വേണ്ട. കർത്താവ് അത് കേട്ടോണ്ട് തന്നെ നിൽക്കുവാ. ഇത്രയും പറഞ്ഞു, സാരമില്ല, നോർമലാ. കർത്താവിന് സ്തോത്രം. അത് കഴിഞ്ഞ് എനിക്ക് മലേറിയ വന്നു. മലേറിയയുടെ ഇഞ്ചക്ഷൻ, ക്ലോറോക്വിൻ ഇഞ്ചക്ഷനൊക്കെ കുത്തി എല്ലാം. അങ്ങനെ 2-3 മാസം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോ ഞാൻ പ്രഗ്നന്റ്. കർത്താവിന് സ്തോത്രം. ലേഡി ഡോക്ടറോട് പറഞ്ഞപ്പോ അവരും പറഞ്ഞു, ഭാരപ്പെടണ്ട, നോർമലാവും. ഞാൻ ഒരു TT ഇഞ്ചക്ഷൻ പോലും കുത്തിയില്ല. ഒരു ആരോഗ്യമായിട്ട് വരാനുള്ള ഒരു മരുന്നും ഞാൻ കഴിച്ചില്ല. വീട്ടിൽ കഴിക്കുന്ന ആഹാരം മാത്രം, ഞാൻ ഒന്നും കഴിച്ചില്ല. കർത്താവിന് സ്തോത്രം. ദൈവാത്മാവ് പറഞ്ഞത് പ്രകാരം തന്നെ വൈകിട്ട് ഒരു 7-8 മണി ആയപ്പോ എനിക്ക് പെയിൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും നടന്നു തന്നെ പോയി. ഇച്ചിരി ദൂരമേ ഉള്ളൂ. ഞങ്ങൾ നടന്ന് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പം നോർമൽ ഡെലിവറി ആയി. ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ അവിടെ ദൈവം തമ്പുരാൻ പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തം പൂർത്തിയായി. അവിടെ ഓപ്പറേഷനോട് കൂടെ ഒരു കുഞ്ഞിനെ കിട്ടി. ജോവൽ എന്നവന് പേരിട്ടു. അവൻ വളർന്നു വന്നു. അവനെ ദൈവത്തിന് വേണ്ടി ഞങ്ങൾ കൊടുത്തു. കർത്താവിന് സ്തോത്രം. അങ്ങനെ അവിടെ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങള് ബാഡ്മേർ ജില്ല, ഞാൻ ഗ്രാമത്തിലായിരുന്നു. ബാഡ്മേർ ജില്ലയിൽ വന്ന് ഞങ്ങൾ ഒരു വീടെടുത്ത് അവിടെ പ്രാർത്ഥന തുടങ്ങി. ആദ്യത്തെ ഞായറാഴ്ച തന്നെ ഞങ്ങളെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അവര് പറഞ്ഞു, നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം വേറെ, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകാം. പിന്നെ അടുത്തൊരു വീട് കിട്ടി. അവിടെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോ അവിടുന്ന് RSSകാർ വന്ന് ബോർഡൊക്കെ എടുത്തോണ്ട് പോയി. വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളും അവിടെ സഹിച്ചു. പിന്നെ ഞാൻ അപ്പാണ്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇദ്ദേഹം അവിടെ സിറ്റിയിൽ താമസിക്കും. ഒരു പ്രാവശ്യം ഒരു ദേവദാസൻ അവിടെ വന്നു ഇദ്ദേഹത്തിന്റെ കൂടെ നിന്ന് 1 മാസം ലിറ്ററേച്ചർ വർക്ക് ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു ദിവസം രാവിലെ ഇവര് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വെളിയിൽ പോയി ഉച്ചക്കേക്കുള്ള ആഹാരം ഉണ്ടാക്കുക. ആഹാരം ഉണ്ടാക്കാൻ ഞാൻ അവിടെ ഇരുന്നു. സബ്ജിയൊക്കെ അരിഞ്ഞു വെച്ചു. ഞാൻ ചെന്ന്, അന്നത്തെ കാലത്തെ പിത്തൾ സ്റ്റൗവാ, ഞാൻ അത് കത്തിച്ച് പമ്പ് ചെയ്തപ്പോ അതിനകത്ത് എണ്ണയില്ല. കുലുക്കി നോക്കിയപ്പോ എണ്ണയില്ല. കർത്താവിന് സ്തോത്രം. ഞാൻ എന്തോ ചെയ്യും? അയലൊക്കത്ത് വീട്ടുകാരോട് ചോദിച്ചു, മണ്ണെണ്ണ ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തോ ചെയ്യും? ഞാൻ വീണ്ടും അവിടെ വന്നിരുന്നു സ്റ്റൗവിന്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ ഇന്ന് വിശന്നിരുന്നോളാം. ഈ നിന്റെ ദാസന്മാർക്ക് 2 പേർക്കും കൊടുക്കാൻ ഒരു 8 റൊട്ടി ഈ സബ്ജി ഉണ്ടാകും. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പമ്പ് ചെയ്തോണ്ട് അതിനകത്ത് എണ്ണ വന്നു. അത് കത്താൻ തുടങ്ങി. ഞാൻ സബ്ജി ഉണ്ടാക്കി ആദ്യം. അത് കഴിഞ്ഞ് ഞാൻ 8 റൊട്ടി ഉണ്ടാക്കി. 8ാമത്തെ റൊട്ടി ഇങ്ങനെ തവേന്ന് ഇങ്ങോട്ട് എടുക്കുകയും സ്റ്റൗ വിട്ടു. ഞാൻ ചോദിച്ചത്രയും ദൈവം എനിക്ക് തന്നു. കർത്താവിന് സ്തോത്രം. ദൈവം അങ്ങനെ ഒരു അത്ഭുതം എന്റെ ജീവിതത്തിൽ ചെയ്തു. അങ്ങനെ അവിടെ കർത്താവ് എനിക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് എനിക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെല്ലാം ഞങ്ങൾ അവിടെ. അപ്പൊ ആ വീട്ടുകാരെ വിരോധികൾ വന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ വീട്ടുകാർ ഞങ്ങളെ മാറ്റി. അവിടുന്ന് വന്ന് ഞങ്ങള് വേറൊരു വീട്ടിൽ പോയി. ഞങ്ങളുടെ ഈ സുവിശേഷ യാത്രയില് ഞങ്ങള് 11 വീട് മാറി. 12ാമത്തെ വീട്ടിലാണ് ഇപ്പൊ താമസം. അങ്ങനെ അവിടെ ചെന്ന് താമസിച്ചുകൊണ്ടിരുന്നു. അവിടെ പുതിയ വീട്ടിൽ പോയപ്പോഴാ പിന്നെ മോനൊക്കെ പ്രസവം നടന്നതും മോനുണ്ടായതും ഒക്കെ. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ ഞങ്ങൾ അവിടെ. അപ്പൊ ഈ ദിവസങ്ങളില് വേറെ കാര്യങ്ങൾ ഇപ്പുറത്ത് നടക്കുന്നുണ്ട്. എന്റെ ഒരു അനിയത്തി നാട്ടിൽ നിന്ന് വന്നത് ജോലി വാങ്ങിച്ചു തരാനെന്നും പറഞ്ഞ് എന്റെ കല്യാണത്തിന് വന്ന. പക്ഷെ അവള് വന്നു കഴിഞ്ഞിട്ട് അവള് മെയ്
അവൾ ഏപ്രിൽ വന്നു, അവൾ ജൂൺ 12 സ്നാനപ്പെട്ടു. വന്നപ്പോ ഒത്തിരി എതിർപ്പ് ചെയ്തു. പാസ്റ്റർ തോമസ് മാത്യുവിനോടും പറഞ്ഞു, നിങ്ങളുടെ കൂടെ കയ്യെ പിടിച്ച് വെള്ളത്തിൽ ഇറങ്ങാൻ എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ വ്യക്തി, ആ പാസ്റ്ററിന്റെ കൈ കൊണ്ട് തന്നെ അവൾക്ക് സ്നാനം കൊടുത്തു. ജൂൺ 12 ദൈവം അവൾക്ക് സ്നാനം കൊടുക്കാനുള്ള, സ്നാനം ഏൽപ്പാനുള്ള വഴി തുറന്നു. പിന്നെ വേറൊരു സഹോദരി പഞ്ചാബിലുണ്ടായിരുന്നു. അവളെ ഞാൻ വിളിച്ചപ്പോ അവള് പറഞ്ഞു, നിന്റെ യേശുവിനെ എനിക്ക് വേണ്ട, എന്റെ കൃഷ്ണ ഭഗവാൻ എനിക്ക് മതി എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ 76 എനിക്ക് ഒരു പ്രൊമോഷൻ ട്രെയിനിങ്ങിന് ജോധ്പൂരിൽ കിട്ടി. അപ്പം ഞാൻ അവിടെ പോയി. അവിടെ ചെന്നെ എന്റെ കൊച്ചു അവിടെ ചെന്നപ്പോഴത്തേക്ക് കൊച്ചു എലിസബത്ത് ന്യൂമോണിയ ആയിട്ട് അവൾ പരപ്പെട്ടു. അപ്പൊ ഞാൻ രാവിലെ പോയി സൈൻ ചെയ്തിട്ട് വീട്ടിൽ വരും. പാസ്റ്റർ IPC ചർച്ചിലാണ് താമസിക്കുന്നത്. എന്നിട്ട് സൈൻ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വന്നിരിക്കും. അങ്ങനെ 6 മാസം അങ്ങനെ കഴിഞ്ഞപ്പോ, ഒരു 5 മാസം അങ്ങനെ കഴിഞ്ഞപ്പോ പിന്നെ എൻ്റെ അമ്മയ്ക്ക് സീരിയസ് ആണെന്നും പറഞ്ഞ് നാട്ടിൽ നിന്ന് എനിക്ക് എഴുത്ത് വന്നു. അങ്ങനെ അമ്മയെ കാണാനായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് പോയി. അവിടെ ചെന്ന് അമ്മയെ കണ്ടു. അമ്മ അവിടെ മരിക്കുന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പം കുഞ്ഞിനെ ഉജ്ജയില്ല ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് വിട്ടിട്ട് പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ദൈവമക്കളെ, ഇവിടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ട്രെയിനിങ്ങിന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞു. പരീക്ഷയുടെ സമയമായി. അവരെല്ലാരും പഠിക്കും. എൻ്റെ കയ്യിൽ ഒരു പുസ്തകമില്ല, ഒരു നോട്ടില്ല, ഒന്നുമില്ല. ആരോടും നോട്ട് ചോദിച്ചാൽ തരത്തില്ല. അപ്പൊ ഞാൻ എങ്ങനെയാ പിന്നെ പഠിച്ചെന്ന് ചോദിച്ചാൽ, ഈ പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുമ്പം കുളിക്കാൻ പോവുകയോ ബാത്റൂമിൽ പോവുകയോ ചെയ്യുമ്പോൾ അവരുടെ പുസ്തകം എടുത്ത് 1-2 പേജ് പഠിക്കും. പിന്നെ ആരെങ്കിലും ഉറങ്ങുവാണെങ്കിൽ അവരുടെ നോട്ട് ബുക്ക് എടുത്ത്, എല്ലാവരുടെയും നോട്ട് ബുക്ക് അടുക്ക കാണും. എല്ലാവരും പരീക്ഷയ്ക്ക് പഠിക്കുകയോ അതുകൊണ്ട് എല്ലാവരും അടുക്കിൽ എപ്പോഴും അങ്ങനെ എടുത്ത് ഓരോരുത്തരുടെ എല്ലാ മുറിയിലും പോയി അങ്ങനെ എടുത്ത് പുസ്തകം എടുത്ത് ഞാൻ പഠിച്ചു. ഫോറം നിറയ്ക്കാൻ സമയമായപ്പോൾ അവിടുത്തെ അധികാരികൾ പറഞ്ഞു, നീ ഫോറം നിറയ്ക്കരുത്, നീ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ തോറ്റുപോകും, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നാണംകേടാകും, ഇത്രയും പ്രായമുള്ളവരൊക്കെ തോറ്റാൽ അങ്ങനെ അതിന് അവര് തരത്തില്ല. ഞാനൊക്കെ അറിഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു, എന്നെ വോട്ട് ചെയ്യാൻ അനുവദിക്കുക, ജയിച്ചെങ്കിൽ ജയിക്കട്ടില്ലെങ്കിൽ ഇല്ല, നീ തോറ്റുപോകും, നീ നിറയ്ക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ലാസ്റ്റ് ദിവസം വരെ ഞാൻ പറഞ്ഞു എനിക്ക് പോരാൻ ഫില്ലപ്പ് ചെയ്യാൻ തരാം. അവസാനം 1 മണിക്കൂർ മുമ്പുള്ളപ്പോ എനിക്ക് തന്നു അവസാനത്തെ ഡേറ്റ്. ഞാൻ അത് നിറച്ചയച്ചു. പരീക്ഷയുടെ സെന്റർ ഞങ്ങൾക്ക് ജയ്പൂര് വന്നു. ജയ്പൂരിൽ പോയി പരീക്ഷ എഴുതി തിരിച്ചു വന്നു. റിസൾട്ട് വന്നപ്പോൾ 2nd ഡിവിഷൻ എന്റെ കർത്താവിന് തന്നു. കർത്താവിന്റെ സ്തോത്രം. അന്നും ഇന്നും ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഒന്നുമില്ലാതെ ഇരുന്നപ്പോ, ഒന്നും പഠിക്കാതെ ദൈവം എനിക്ക് 2nd ഡിവിഷൻ പാസ്സാകാൻ കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടപ്പോഴത്തേക്ക് എന്റെ ട്രാൻസ്ഫർ ആയി. ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഗ്രാമത്തിൽ നിന്ന് തന്നെ വേറൊരു ഗ്രാമത്തിൽ വിട്ടു. അപ്പൊ അവിടെ പോയിക്കൊണ്ടിരുന്നപ്പോ ഞാൻ രാവിലെ പോകും, വൈകിട്ട് വരും. 8 രൂപ പോകാനും വരാനുമായിട്ട് 8 രൂപ. അങ്ങനെ ഞാൻ പോയി വന്നു. ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച എൻ്റെ മോനെ പനി വന്ന് കിടക്കുക, ഭയങ്കരം പനിയാണ്. എനിക്ക് വീട്ടിൽ വന്നേ ഒക്കത്തുള്ളൂ വൈകിട്ട്. ഞാൻ വെളിയിൽ വന്ന് ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്നപ്പം എൻ്റെ ഒരു ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു, നീ എവിടെ പോവാ? ചീഫ് മിനിസ്റ്ററെ, കളക്ടറെ, CM എല്ലാവരും വരുന്നുണ്ട്, നീ തിരിച്ചു നിന്റെ സെന്ററിൽ പോകാൻ പറഞ്ഞു. എന്റെ മനസ്സിൽ അന്ന് ഞങ്ങളുടെ വീട്ടിൽ കോട്ടേജ് മീറ്റിംഗ് കണ്ടു, പ്രാർത്ഥന. ഞാൻ ഓർത്ത് പോയേ ഒക്കത്തുള്ളല്ലോ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ വണ്ടിയെ കയറി പോകുന്നു. ഞാൻ പോകുന്നു കഴിഞ്ഞോണ്ട് ഞാൻ തന്നെ ഈ വണ്ടിയെല്ലാം കാണുന്നുണ്ട്, അഫ്സർമാരുടെ വണ്ടി പോകുന്നു. ഏതായാലും കൊള്ളാം, ഞാൻ പോയി. പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോഴത്തേക്ക് സ്റ്റാഫ് എല്ലാം പറഞ്ഞു, അവിടെ കയറി വന്ന് ചെന്നിട്ട് എൻ്റെ അറ്റൻഡൻസ് രജിസ്റ്റർ വാങ്ങിച്ചിട്ട് അതിനകത്ത് എൻ്റെ പേരിന്റെ ആകെ എഴുതി വെച്ചു, സസ്പെൻഡ്. ഏതായാലും കൊള്ളാം. 1 മാസം കഴിഞ്ഞപ്പോൾ സസ്പെൻഡ് ചെയ്തില്ല, എന്നെ വേറൊരു കുഗ്രാമത്തിലേക്ക് ട്രാൻസ്ഫർ ആക്കി. ഞാൻ താമസിച്ചതിലും വൃത്തികെട്ട ഒരു ഗ്രാമത്തില് എനിക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഓർഡർ തന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു, ഞാൻ എവിടെ അയച്ച അവിടെ പോയി ജോലി ചെയ്തോളാം. അങ്ങനെ പോയി. ഞാൻ പോയില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. പിന്നെ 2 മാസം ആയപ്പോൾ ഒരു നിവൃത്തിയില്ല, എന്തോ ജോലി ചെയ്യാതിരുന്ന അന്ന് ഇറ്റാസിന്ന് പിന്നെ ഫെലോഷിപ്പ് കൊടുക്കുന്ന 250 രൂപ അദ്ദേഹത്തിന്. ആ 250 രൂപയും കൊണ്ട് 3 പിള്ളേരും ഞങ്ങളെ കഴിയാനൊക്കത്തില്ല. അപ്പം ഞങ്ങൾ ഓർത്ത് എന്തുവാ ജോലി ചെയ്യുന്നത്. ഏതായാലും കൊള്ളാം, ഞങ്ങൾ ആ ഗ്രാമം ഒന്ന് നോക്കാൻ പോയപ്പോ അവിടെ കൂരിട്ട്, അവിടെ ലൈറ്റും ഇല്ല, ഒന്നുമില്ല, വളരെ ഒരു മനുഷ്യരെ കാണാനില്ല. വൈകിട്ട് ഞങ്ങൾ അവിടെ ചെന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങി പോന്നു. ഒരു ട്രാക്ടർ വന്നു, അതെ ഞങ്ങൾ തിരിച്ചു വന്നു.
വളരെ കഷ്ടപ്പെട്ട് തിരിച്ചു വന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അയലൊക്കത്തിട്ടിട്ടാ പോയത്. കർത്താവിന് സ്തോത്രം. അന്നൊക്കെ ദൈവം ഞങ്ങൾക്ക് പരിപാലകനായിട്ട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ആ അബദ്ധനർത്ഥങ്ങളൊന്നും ഇല്ലാതെ ആ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടുകാരൻ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ വൈദ്യൻ, നിങ്ങളുടെ ഓഫീസറിന്റെ ദേഷ്യം മാറുന്നിടം വരെ എൻ്റെ ബന്ധുക്കളുണ്ട് അവിടെ പോയി താമസിക്കെ പോകാത്ത. അങ്ങനെ ആ വല്യപ്പൻ പറഞ്ഞ നിമിത്തം ഞങ്ങൾ പോയി അവിടെ ചെന്ന് ഞങ്ങൾ അവിടെ കുറച്ചു ദിവസം താമസിച്ചു. പാഷും കുഞ്ഞുങ്ങളും ഇങ്ങനെ തിരിച്ചു പോന്നു. ഞാൻ അവിടെ 3 മാസം നിന്നു. അപ്പം സർക്കാർ ഡിസ്പെൻസറിക്കായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ജീർണിച്ച ഒരു എന്താ പറയുന്ന മണ്ണും കൊണ്ടുള്ള ഒരു ജോപ്പ എന്തോ ഒരു കുടില. അതിനകത്ത് സൂര്യനും ചന്ദ്രനും എല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, എല്ലാത്തിനും കാണാം. അങ്ങനെയുള്ള അവിടെ. പക്ഷെ ഞാൻ വിഷമിച്ചില്ല. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. ഞാൻ 3 മാസം ഞാൻ അവിടെ നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. വൈകുന്നേരം വരെ ഒന്നും കഴിക്കത്തില്ല. വൈകിട്ട് ആ വീട്ടുകാർക്ക് 10 രൂപ കൊടുത്തിട്ട് ഒരു റൊട്ടി കഴിക്കും. അങ്ങനെ ഞാൻ 3 മാസം അവിടെ കഴിഞ്ഞു. കർത്താവിന് സ്തോത്രം. ആ 3 മാസം കൊണ്ട് എന്റെ ഭർത്താവ് ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു ട്രാൻസ്ഫറിന് വേണ്ടി. ഞങ്ങളുടെ ആ ദേഷ്യമുള്ള ഓഫീസറിന്റെ ഒരു കൂട്ടുകാരനായ ജില്ലാ പ്രമുഖൻ അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം എനിക്ക് വേറൊരു ഗ്രാമത്തിൽ തന്നു. അതായത് 1 മണിക്കൂർ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ തന്നു. അവിടെ തന്നപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നോണ്ടേ അവിടെ വലിയൊരു പ്രശ്നം നടന്നു. വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് എന്നെ രക്ഷിക്കാൻ ആ പ്രശ്നം നടന്നെന്ന് ഞാൻ ഓർക്കുന്നു. എനിക്കൊരു വിടുതൽ തരുവാനും ദൈവം എനിക്ക് ഉദ്ദേശിച്ച വഴിയിൽ എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമാണ് ആ പ്രശ്നം നടന്നെന്നാണ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്. എന്നാന്ന് ചോദിച്ചാല് അല്ലെങ്കിൽ അവിടെ അത് പ്രശ്നം ഉണ്ടാകാൻ കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവിടെ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ ഉണ്ടല്ലോ, സ്റ്റാഫിന് വരുന്ന പൈസയൊന്നും സ്റ്റാഫിന് കൊടുക്കത്തില്ല. ഡ്രാഫ്റ്റ് ഉടനെ ബാങ്കിൽ പോയി അവരുടെ ഭാര്യയുടെ പേരിൽ അത് ഫിക്സ്ഡ് ഡിപ്പോസിറ്റാണ്. അങ്ങനെ ചെയ്തിട്ട് വരുമ്പം ആർക്കും മീറ്റിങ്ങിന് വരും, പേയ്മെന്റ് ഇല്ല. പേയ്മെന്റ് ചോദിക്കുമ്പോൾ പറയും വന്നില്ല എന്ന് പറയും. അങ്ങനെ ലോക്കൽ സ്റ്റാഫ്, കേരളത്തിൽ നിന്ന് വന്നവരൊക്കെ അവർക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ട് അവരങ്ങ് പോയില്ലെന്ന് പറയുമ്പോൾ അങ്ങ് പോകണ്ടെന്ന് തീരുമാനിച്ചോണ്ട് പോകും. അങ്ങനെ ആയിരുന്നു ഞങ്ങളൊക്കെ. പക്ഷെ ലോക്കൽ സ്റ്റാഫ് ഒന്നും അങ്ങനല്ല. അവര് പോയി അന്വേഷിച്ചു. അവര് സിറ്റിക്കകത്ത് പോയി അന്വേഷിച്ചു, ട്രഷറി പോയി അന്വേഷിച്ചപ്പം ഡ്രാഫ്റ്റ് എല്ലാ മാസവും പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആയപ്പോ അവര് കൃത്യമായിട്ട് മനസ്സിലാക്കിയപ്പോ അവര് കളക്ടറിനെ കംപ്ലൈന്റ് ചെയ്തോടനെ പ്രശാസനം ഇളകിയിട്ട് എല്ലാരും കൂടെ വണ്ടി എടുത്ത് ആ രാത്രി സ്വപ്നം കാണുക. മൈതാനം മുഴുവൻ ഇങ്ങനെ വണ്ടി നിറഞ്ഞു കിടക്കുക. കളക്ടറിന്റെ, SP-യുടെ, ഒത്തിരി പോലീസുകാരെല്ലാമായിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പൊ അങ്ങനെ ഞാൻ കണ്ണു തുറന്നപ്പോ ഇതെല്ലാം ഇങ്ങനെ കാണുന്നു. ഞാൻ സ്വപ്നം കാണുക. ഞാൻ നേരം വെളുത്ത് കുറച്ച് എഴുന്നേറ്റ് ചെന്ന് ഞാൻ പാട്ടു. എലിസബത്ത് എന്റെ കൂടെ ഉണ്ട്, ഞാൻ അതിനെ കൊണ്ട് ഡ്യൂട്ടി ചെന്നോണ്ടല്ലോ എന്നെ ദൈവം കാണിച്ചതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളോടെ നടക്കുക. ഞാനങ്ങ് പേടിച്ചു പോയി. എന്റെ ദൈവം എന്റെ കൈ കൊച്ചു കൊണ്ട് ഇനി കൊച്ചിനെ കണ്ടിട്ട് ഇനി എന്തോ ചെയ്യും. ഏതായാലും കൊള്ളാം. ഞാൻ അവിടെ പോയിരുന്നിട്ട് ഇദ്ദേഹം ഗ്രാമങ്ങളിൽ നിന്ന് എല്ലാ സ്റ്റാഫിനെയും ആംബുലൻസ് വിട്ട് എല്ലാ സ്റ്റാഫിനെയും വിളിപ്പിച്ചു. ഈ മനുഷ്യനെ കൊണ്ട് നിപ്പിലെ ബാങ്കിനകത്ത് അടച്ച പൈസ മൊത്തം എടുപ്പിച്ചിട്ട് സ്റ്റാഫിന് 4 മാസം കൊണ്ട് പേയ്മെന്റ് ഇല്ല. മൊത്തം എടുപ്പിച്ചിട്ട് എല്ലാ സ്റ്റാഫിനെയും അവരവരുടെ സെന്ററിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് എല്ലാവർക്കും ആ പൈസ അവരുടെ ശമ്പളം കൊടുത്തിട്ട് അവരെ തിരിച്ചു കൊണ്ടുവിട്ടു. എല്ലാം ആയപ്പോ ഈ ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്തു ജയ്പൂരിലേക്ക്. എന്നിട്ട് ഇത്രയെല്ലാം ചെയ്തിട്ട് ഉണ്ടല്ലോ, ഇദ്ദേഹം ഒരു 3 മണിയായപ്പം ഫ്രീ ആയപ്പം വെളിയിൽ ഇറങ്ങി വന്ന് ഇങ്ങനെ വരാന്തെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ. എന്നിട്ട് ഞങ്ങളുടെ അവിടേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പം പറയാ, ഒരു ഗവൺമെന്റ് ഓഫീസർമാർക്കൊക്കെ പൈസ കൊടുക്കുന്നതാ ക്യാമ്പിന് പോകാന്. പക്ഷെ അവർ ആ പൈസ ഉപയോഗിക്കത്തില്ല, വല്ല പാവപ്പെട്ട സിസ്റ്റർമാരുടെ വീട്ടിൽ പോയാ കഴിക്കുന്നത്. ഇവളാ അവനെ കൂട്ടിക്കൊടുക്കുന്നത് എന്നും പറഞ്ഞ് എന്നോട് ചൂണ്ടിട്ട് പറഞ്ഞു. കാര്യം ആ മനുഷ്യൻ ക്യാമ്പിന് എവിടെയെങ്കിലും പോവാണെങ്കിൽ അങ്ങേരുടെ ഭാര്യയും കൂടെ എന്റെ വീട്ടിൽ വരും. ഒരു ഓഫീസർ ആയതുകൊണ്ട് ഞാൻ ആഹാരം കൊടുക്കും. അതെല്ലാം അറിഞ്ഞു എല്ലായിടത്തും. അന്ന് എല്ലാരും പറഞ്ഞു, സ്റ്റാഫിനൊക്കെ അറിയാമായിരുന്നു, എല്ലാരും പറഞ്ഞറിഞ്ഞു. അപ്പൊ ഇവളാവന് കൂട്ടിക്കൊടുക്കും. ഞാൻ എന്റെ കർത്താവേ, എന്നെ ഇവിടുന്ന് നേരം ഇപ്പൊ പറഞ്ഞു വിടുമല്ലോ, ഞാൻ എന്തോ ചെയ്യുമെന്നോർത്ത് മനസ്സിൽ ഇങ്ങനെ വെപ്രാളപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതായാലും കൊള്ളാം. അങ്ങനെ പറഞ്ഞ് ഇങ്ങോട്ട് വന്ന എന്നോട് അപ്പം എന്നെ കുറിച്ചുള്ള ഓർമ്മ ദൈവം അവന് കൊടുക്കുന്നു, അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഞാൻ ഓർഡർ കൊണ്ടുവന്ന് കൊടുത്തപ്പോ അത് പൊട്ടിച്ചെറിഞ്ഞതായിരുന്നു. ഞാൻ ജയ്പൂരിൽ പോയി ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ ആ ഓർഡർ എടുത്ത് കളഞ്ഞു.
കച്ചറാപ്പെട്ടിക്കകത്തിട്ടാണ്. ഞാൻ അദ്ദേഹത്തിന്റെ മുന്നൊന്ന് പൊട്ടിക്കറങ്ങി. ഞാൻ 20,000 രൂപ കൊടുക്കേണ്ട അടുത്ത് 1 പൈസ പോലും കൊടുക്കാതെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഭർത്താവ് എനിക്ക് ഓർഡർ വാങ്ങിച്ചുകൊണ്ട് തന്നെ ആ ഓർഡർ കൊണ്ടുവന്നപ്പോ അത് പൊടിച്ചു കളഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, കർത്താവ് ഇതെന്തവാ. എന്നിട്ട് അന്നേരം പറഞ്ഞു, ഞാൻ നിന്നെ അയച്ചെടുത്ത് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാ വിട്ടെ. അപ്പൊ ഇദ്ദേഹത്തിന് ആ ഓർമ്മ ദൈവം കൊടുക്കുന്നു അവിടെ. ആ ഓർമ്മ കൊടുത്തിട്ട് ഷെയർഷ രാജാവിന് ഉറക്കം കൊടുക്കാതെ മൊർദെഖായിയെ രക്ഷിക്കാനുള്ള പരിപാടി ഉണ്ടാക്കിയതുപോലെ കർത്താവ് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. അപ്പൊ ഓർമ്മിച്ചിട്ട് എന്നോട് ചോദിക്കുക, നീ റാണികാവ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ പോകാനാണോ ആഗ്രഹിക്കുന്നത്? ഞാൻ പറഞ്ഞു, അല്ല സാറേ, ഞാൻ സിറ്റിയിൽ വേണ്ടിയാ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, സിറ്റിയിൽ വെക്കണ്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, എന്നാ നാളെ വന്നേക്കാൻ പറഞ്ഞു. ചീത്ത പറയുന്ന മനുഷ്യൻ, വാഗൊണ്ട് വൃത്തികെട്ട ശബ്ദമല്ലാതെ പറയാത്ത ഒരു മനുഷ്യൻ, അയാൾ എന്നെ കുഞ്ഞെന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ വന്നേരാ. ഹിന്ദിയിലാ പറഞ്ഞു. കുഞ്ഞെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നാളെ നീ വന്നേക്കാൻ പറഞ്ഞു. നാളെ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്നു, അവരുടെ തന്നെ വണ്ടിയെ ഞാൻ കയറി, ഞാനും എൻ്റെ കുഞ്ഞും കൂടെ വീട്ടിൽ വന്നു. വാഷനോട് വിവരം പറഞ്ഞു. ഞങ്ങൾ രാത്രി പ്രാർത്ഥിച്ചു. രാവിലെ ഞങ്ങൾ ഓഫീസിൽ പോയി അവിടെ ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തു. അദ്ദേഹം ക്ലർക്കിനെ വിളിച്ച് പറഞ്ഞു, ക്ലിയർ പോസ്റ്റ് ബുക്ക് കൊടുക്കെന്നും പറഞ്ഞ് ഓർഡർ കൊടുത്തു. പക്ഷെ ആ മനുഷ്യൻ തന്നില്ല. ആ മനുഷ്യന് വേണം 8,000 രൂപ. ജയ്പൂരിലെ ഓർഡറിന് 20,000 രൂപ ആയിരുന്നു. അവിടെ ദൈവം തമ്പുരാൻ സഹായിച്ചു. ഇവിടെ 8,000 രൂപ ഇപ്പൊ ഇയാൾ ചോദിക്കുന്നു. ആര് കൊടുക്കാനാ? ഏതായാലും കൊള്ളാം, ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നു കഴിഞ്ഞിട്ട് ഞങ്ങള് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വന്ന് 2 പ്രാവശ്യം ചെന്ന് ചോദിച്ചിട്ടും ഓർഡറില്ല. അത് കഴിഞ്ഞ് ഏതായാലും കൊള്ളാം, ദൈവം തമ്പുരാൻ അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങളോട് ആരോട് പരിചയമുള്ളവർ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ സംസ്ഥാനയില് ആരെങ്കിലും മെയിനായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രധാനികൾ ആരാന്ന് വെച്ചാൽ അവരുടെ ഒരു ലെറ്റർ കൊണ്ട് കളക്ടറിന് കൊടുക്കാൻ പറഞ്ഞു. ഇദ്ദേഹം ഉദയപൂരിൽ പോയി പാസ്റ്റർ തോമസ് മാത്യുവിന്റെ ഒരു ലെറ്റർ വാങ്ങിച്ചുകൊണ്ട് വന്ന് കളക്ടറിന് കൊടുത്തു. കളക്ടർ പെട്ടെന്ന് ഓർഡർ കൊടുത്തു. എനിക്ക് അങ്ങനെ ഓർഡർ തന്നു. ഞാൻ അങ്ങനെ അപ്പൊ അതിന്റെ ദിവസങ്ങളിലെല്ലാം ഞാൻ ഉപസിക്കുകയും കരച്ചിലും തന്നെ ആയിരുന്നു. കരഞ്ഞ് പ്രാർത്ഥിക്കും. ദൈവം എനിക്ക് അത്ഭുതമായിട്ട് പ്രവർത്തിച്ചു. 1988 നവംബർ 14 എന്നെ സിറ്റി ഹോസ്പിറ്റലിലെ കർത്താവ് കൊണ്ടുവന്നു. അതിനുവേണ്ടി എനിക്കൊരു പ്രൊഫഷൻ നടന്നായിരുന്നു. ഒരു നേർണ അമ്മച്ചി ഇവിടെ വന്നപ്പോ അവരെനിക്ക് വേണ്ടി പ്രവചിച്ചതായിരുന്നു, കുഞ്ഞെ, നിനക്ക് നിന്റെ ഓഫീസർമാരും ഡിപ്പാർട്ട്മെന്റും എല്ലാം നിനക്ക് ശത്രുക്കളാകും, പക്ഷേല് ദൈവം നിന്നെ ഇവിടെ സിറ്റിയിൽ ഹോസ്പിറ്റലാക്കും. അത് പൂർത്തിയാക്കി. കർത്താവിന് സ്തോത്രം. എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിട്ടും കഷ്ടത വന്നിട്ടും എല്ലാം വന്നിട്ടും കർത്താവ് അത് പറഞ്ഞ കാര്യം എന്റെ ജീവിതത്തിൽ പൂർത്തിയാക്കി തന്നു. ഞാൻ അങ്ങനെ സിറ്റിയിൽ വന്ന ഇങ്ങനെ ഞങ്ങളെ കുടുംബമായിട്ട് ഇങ്ങനെ കഴിയുക. അപ്പൊ എന്റെ വിചാരം, ഞാൻ ഗ്രാമത്തിൽ പോകുന്നതിന് എനിക്കൊന്നുമില്ല, പക്ഷേ സുവിശേഷ വേലയോടുള്ള ബന്ധമായതുകൊണ്ട് ഞാൻ പോയാൽ പിന്നെ ഞായറാഴ്ചത്തെ ആരാധനയൊക്കെ എങ്ങനായിരിക്കും, അതുകൊണ്ട് മാത്രം ഞാൻ സിറ്റിയിൽ. ഏതായാലും ദൈവം അതനുസരിച്ച് ഞങ്ങളെ കൊണ്ടുവന്നു. ദൈവത്തിന്റെ ആലോചന പ്രകാരം ആയതുകൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. ഞങ്ങൾ അങ്ങനെ കുടുംബമായിട്ട് ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങി. കർത്താവ് ഞങ്ങളെ അത്രത്തോളം അനുഗ്രഹിച്ച് ഇങ്ങനെ വന്ന കൂട്ടത്തില് ഞങ്ങളുടെ മോനെ ഒരു ജീസസ് ഫിലിം മിനിസ്ട്രി ജോയിൻ ചെയ്തു. അവനെ ആ പ്രൊജക്റ്റുമായിട്ട് ഞാൻ ആദ്യം ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഗ്രാമത്തിൽ ഞങ്ങൾ പോയി എല്ലാവരും കൂടെ. എനിക്ക് എന്നെ നല്ലതായിട്ട് നോക്കിയ ഗ്രാമമാണല്ലോ, അവിടെ കൊണ്ട് കാണിക്കാമെന്നും പറഞ്ഞ് അവിടെ ചെന്ന് കർട്ടനൊക്കെ കെട്ടി എല്ലാം ഇതുകൂടെ ഓണം ചെയ്തപ്പോഴത്തേക്ക് യേശുവിന്റെ ഒക്കെ ഫോട്ടോ വന്നപ്പോഴത്തേക്ക് ഗാവുകാരെല്ലാം കൂടി അങ്ങ് ഇളകി. ബേഞ്ചി എന്തുവാ കൊണ്ടുവന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ ജഗദമ്മയെ മതി, നിങ്ങളുടെ യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട, വിദേശീയതരം പ്രചാരം ചെയ്യാൻ വന്നാന്നും പറഞ്ഞ് എല്ലായിടത്തും കളഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ അവിടുന്ന് ഓടിക്കാനും തോക്കൊക്കെ എടുത്തോണ്ട് വന്നു, കല്ലേറും തുടങ്ങി. ഏതായാലും ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയ ആ സഹോദരൻ ഒരു മുസ്ലിമായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങൾക്ക് അഭയം തന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ 4 വശത്തും കല്ലേറ് തന്നെ ഞങ്ങളെ അവരെ പിന്നെ വീടിന്റെ മുകളിൽ വെച്ച് കാത്തു പരിപാലിച്ചു. കർത്താവിന് സ്തോത്ര. രാത്രി ഞങ്ങൾ അവിടെ ഉറങ്ങി. ദൈവം ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ തന്നു. വചനം സംസാരിക്കാൻ പറ്റില്ലെങ്കിലും കർത്താവ് അവിടെ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇപ്പം ഒരു 2-3-4 കുടുംബം വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അവിടുന്ന് അവരെ ഗാവുകാർ പറയുന്നതാ, നീ അവിടുന്ന് പ്രാർത്ഥിച്ചതിന്റെ കണ്ണീരൊഴിച്ചതിന്റെ ഫലം ഇന്ന് ആ ഗ്രാമത്തിലുണ്ട്. ഓരോരുത്തർ വിശ്വാസത്തിൽ വരുന്നുണ്ട്. 2-3 കുടുംബം വിശ്വാസത്തിലായി സ്നാനപ്പെട്ടു. കർത്താവിന് സ്തോത്രം. അങ്ങനെ അവനെ പിന്നെ ഞങ്ങളുടെ അയൽവക്കത്തുള്ളവരാണെങ്കിലും അവനെ കീർത്തിപ്പെടുത്താൻ തുടങ്ങി. ഇത് ഇവിടെ കാണിക്കുവാണെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്നൊക്കെ അവന്റെ സമക്കാർ പിള്ളേർ പറയാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ കഷ്ടത്തിലും പ്രയാസത്തിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.
പോയിക്കൊണ്ടിരിക്കുക. എന്നും ഇദ്ദേഹത്തിന്റെ പുറകെ RSSകാരും മറ്റുള്ളവരും എതിർപ്പുകാരും എന്നും കൂട്ടിക്കൊണ്ടുവന്ന് ഇരുന്നു. അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന എന്റെ മൂത്ത മോന്റെ വിവാഹം നടക്കുന്നു. മാവേലിക്കരക്കാരി ഒരു ഷീബ, അവര് IPC-കാരാ, നല്ല വിശ്വാസി കുടുംബമാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു ആലോചന ഉണ്ടായിട്ട് ഞങ്ങൾ നാട്ടിൽ പോയി. അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ പൈസ ഇല്ലായിരുന്നു. ടിക്കറ്റ് എടുത്തു, പക്ഷെ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ നടത്താനും തിരിച്ചു വരാനും ഞങ്ങൾക്ക് കാശില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പം ഞാൻ ഒരാളോട് ഇച്ചിരി പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൻ വന്ന് പറഞ്ഞു പൈസ ഇല്ല എന്ന്. അപ്പം 12:30 ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 12 മണിയായപ്പോ അറിഞ്ഞു പൈസ ഇല്ല. ഞങ്ങളുടെ വീട്ടുകാരന്റെ പൈസ കൊടുക്കുന്നത് അവരുടെ ബന്ധത്തിൽ തന്നെയുള്ള ഒരു ആന്റിയുടെ കയ്യില്ല. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ആന്റി അവര് പൈസ കൊടുത്തില്ലെങ്കിൽ അവിടെ കാണുമല്ലോ. ഞാൻ ചെന്ന് ചോദിച്ചു, വീട്ടുകാരൻ വന്ന് പൈസ കൊണ്ടുപോയെന്ന്. ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ പൈസ എനിക്ക് ഇതാ, ഞാൻ നാട്ടിൽ പോയിച്ചു വന്നിട്ട് പിന്നെ കൊടുത്തോളാം. അങ്ങനെ 25,000 രൂപ ഞാൻ കൊണ്ടുപോയി. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ പോയി. വിവാഹമൊക്കെ ഭംഗിയായിട്ട് നടന്നു. എല്ലാം ഞങ്ങൾ തിരിച്ചു വന്നു. ജൂൺ 29 ഇവിടെ ഞങ്ങൾക്ക് റിസപ്ഷനാണ്. അതിന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല. നാട്ടിൽ പോയിട്ട് വന്നപ്പോ എല്ലാം തീർന്നു, ഒന്നുമില്ല. ഇവിടെ ഓഡിറ്റോറിയത്തിനൊക്കെ ഞങ്ങൾ പൈസ കൊടുത്തിട്ടാ പോയത്. അതൊക്കെ അഡ്വാൻസ് കൊടുത്തിട്ടാ പോയത്. പക്ഷേ ആഹാരം കൊടുക്കണമല്ലോ, അതിനുള്ള വകയൊന്നുമില്ല. പൈസ ഇല്ല കയ്യിൽ. ആരോട് കടം വാങ്ങി? ഞാൻ സാധനം വാങ്ങിക്കുന്ന കടക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ അവിടെ ചെന്ന് നിന്നതേ ഉള്ളൂ. അവനും കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് വരാൻ. ആ കാർഡ് അവൻ വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, എവിടാ നിങ്ങളുടെ കല്യാണം നടക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇന്നടത്താ അറേഞ്ച്മെന്റ് ചെയ്തേക്കും. നേരം സാധനങ്ങളെല്ലാം എഴുതിത്താ, ഞാൻ അവിടെ കൊണ്ടു തന്നേക്കാം. ഞാൻ 3 ദിവസം കൊണ്ട് കരഞ്ഞോണ്ട് നടക്കുക, എങ്ങനെ ആ സാധനം എവിടെ നിന്ന് വാങ്ങിക്കും? ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു. അവൻ പറഞ്ഞു, ആന്റി എവിടാ കല്യാണം നടക്കുന്നത് എന്ന്, ആഹാരമൊക്കെ ഉണ്ടാക്കുന്നു, സാധനം എഴുതിത്തരാം. ഞാൻ സാധനത്തിന്റെ പേരെല്ലാം എഴുതി കൊടുത്തു. അവൻ അവിടെ തന്നെ കൊണ്ടു സാധനം എല്ലാം ഇട്ടു. അങ്ങനെ മംഗളകരമായിട്ട് അവിടുത്തെ റിസപ്ഷൻ കഴിഞ്ഞു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു യോഗ്യതയില്ലായിരുന്നു എന്നെ ഇവിടെ കൊണ്ടുവന്നു. കർത്താവ് ഇത്രത്തോളം ആക്കിയെടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം. നല്ലൊരു മരുമോളെ തന്നു, നല്ലൊരു വിശ്വാസ കുടുംബത്തെ തന്നു. അങ്ങനെ അവരുമായിട്ട് യോജിക്കുവാനിടയായി. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ കഴിഞ്ഞു പോയിരുന്നുണ്ടെ എൻ്റെ രണ്ടാമത്തെ മോള് നേഴ്സിംഗ് ട്രെയിനിങ്ങിന് പോയി. അതെല്ലാം കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞുണ്ടെ അവർക്ക് കല്യാണാലോചന വന്നു. ഉദയപൂരിലെ പാസ്റ്റർ തോമസ് മാത്യുവിന്റെ അനിയൻ തമ്പിച്ചായന്റെ മോനുമായി. അങ്ങനെ അവർ വന്ന് കണ്ടിട്ടെല്ലാം പോയി കഴിഞ്ഞിട്ട് അവരുടെ പിന്നെ ബന്ധുക്കളെ കൊണ്ട് ഞങ്ങളോട് ചോദിപ്പിച്ചു, എന്തെങ്കിലും സ്ത്രീധനം കൊടുക്കാനുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, സ്ത്രീധനം എൻ്റെ കയ്യിലില്ല. അല്ല, വല്ല വസ്തുവകകളുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വസ്തുവകകൾ ഒന്നുമില്ല. പെണ്ണ് ഇത്രയും പഠിച്ചതാ, എനിക്ക് സ്ത്രീധനം തരാൻ ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ കൊച്ചവിടെ നിന്നോട്ടെ. അല്ല, എന്തെങ്കിലും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒന്നുമില്ല, ക്ലിയർ ആയിട്ട് പറയുക, ഇത് കള്ളം പറയുകയല്ല. ഏതായാലും കൊള്ളാം. അവരുടെ വിവാഹം 2006 ഒക്ടോബർ 23 അവരുടെ വിവാഹം കഴിഞ്ഞു. അവൾ ഉരുത്തേപ്പൂരിലാണ്. അവനും ഭാഷ ഒരു ലേഖകനാണ്. പുസ്തകങ്ങളൊക്കെ എഴുതുകയും ട്രാൻസ്ലേഷൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അവർക്ക് 3 പിള്ളേരുണ്ട്. ഒരാണും 2 പിള്ളേർ. അവരുടെ മകളും ജോലിയിലും സുവിശേഷവും എല്ലാം കൂടെ ഒന്നിച്ച് ഉദയപൂരിൽ കഴിഞ്ഞു. കർത്താവിന് സ്തോത്രം. 85 ഉണ്ടായ എലിസബത്തിന്റെ അവളും പഠിച്ച് എല്ലാം പാസ്സായി. അവിടെ വിവാഹം 2008 ഒരു വിശ്വാസി മോനുമായിട്ട് ചെയ്തു. അവരിവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങള് 3 പേരും ദൈവം അത്ഭുതരാമണ്ണം നടത്തുന്നു. കർത്താവിന് സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പറയാൻ. ഞാൻ ചോദിച്ചാല് ഞാൻ ഇനി ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പിന്നെ പുറകോട്ട് പോകുന്നെന്ന് പറഞ്ഞാല് അത്ഭുതങ്ങൾ നടന്നത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. കർത്താവിന്റെ സ്തോത്രം. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ചിന്തോളായി പോയെന്ന്. ചിന്തോളായി പോയപ്പോഴേ ഞങ്ങള് ആഗസ്റ്റ് 15 ഞാനും എൻ്റെ ഭർത്താവും അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ വിശ്വാസിയും കൂടെ 80 കിലോമീറ്റർ, അവിടുന്ന് 80 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കുഗ്രാമത്തില് ലിറ്ററേച്ചർ വർക്കിന് ഒരു ബാഗ് നിറച്ച് പുസ്തകം അദ്ദേഹത്തിന്റെ സൈക്കിളില് ഭാഷ എന്നെയും മേടിച്ചുകൊണ്ട് ഞങ്ങൾ പോയി. രാവിലെ മുതൽ പോയാ അവിടെ ചെന്നപ്പോഴത്തേക്ക് മണി 4 ഞങ്ങൾ മാർക്കറ്റിൽ ചെന്ന് പുസ്തകം കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എതിരാളികളെല്ലാം വന്ന് എതിർക്കാൻ തുടങ്ങി. അവരടിക്കാനും ഇടിക്കാനും കല്ലേറിയാനും ഒക്കെ തുടങ്ങി.
അപ്പോഴത്തേക്ക് ഭയങ്കര ഇടിയും മഴയും കൊല്ലാനും എല്ലാം കൂടെ വന്നു. അടുത്തൊരു സഹോദരിയുടെ വീടുണ്ട്, അവിടെ പോയി. അവിടെ പോയപ്പോ അവര് പറഞ്ഞു, ഇന്ന് റേഡിയോ ന്യൂസ് ഉണ്ട്, വണ്ടി ഇല്ല, ഭയങ്കര മഴയാണ് 2 ദിവസം, അതുകൊണ്ട് നിങ്ങൾ ഈ ഡിസ്പെൻസറിയിൽ ഇവിടെ രാവിലെ പോകാം. ഇവർ രണ്ടുപേരും സമ്മതിക്കുന്നു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തിനാ ഖത്തറ അങ്ങോട്ട് പോയാൽ പോകണ്ടെന്നുള്ള. ഏതായാലും അവിടുന്ന് പോയി. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. സൈക്കിൾ ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ടിക്കൊണ്ട് പോകുന്ന ഈ മണ്ണുണ്ടല്ലോ, അവിടുത്തെ മണ്ണൊക്കെ എന്ന് പറഞ്ഞ മഞ്ഞ നിറത്തിലുള്ള മണ്ണ്, പശ പോലെ ഇരിക്കുന്ന മണ്ണ്, അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നു. സൈക്കിൾ ഇങ്ങനെ അങ്ങോട്ട് ഒരു റീല് കഴിയുന്നൊന്നേ അതിൽ ഇത്രയും മണ്ണ് ചള്ള കയറുമ്പോ അത് ഞങ്ങൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് കൈകൊണ്ട് തന്നെ അതിങ്ങനെ എടുത്ത് മാറ്റിക്കൾ. പിന്നെ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് പോകുമ്പോ അങ്ങനെ ചെയ്ത് ഒരു തോടിന്റെ അടുക്ക ചെന്നു. ആ തോട് ഉണങ്ങിക്കിടന്നതാണ്. ഞങ്ങൾ അതിനകത്തൂടെ കാൽനടയായിട്ട് പോയതാണ്. ആ മഴ കാരണം അത് ഇപ്പം നിരപ്പായിട്ട് അങ്ങ് കവിഞ്ഞൊഴുകുക. അതിനകത്തൂടെ അങ്ങനെ പോകും. അവരൊക്കെ നീളമുള്ളവരാ, എനിക്കധികം നീളമില്ല. ഞാൻ അകത്ത് ഇറങ്ങിയോണ്ട് എന്റെ ഇവിടെ വരെ വെള്ളം. ഏതായാലും കൊള്ളാം, തപ്പിത്തടഞ്ഞ് എങ്ങനെയോ പിടിച്ച് അവരുടെ സൈക്കിളിലൊക്കെ പിടിച്ചുമൊക്കെ വെള്ളം അങ്ങനെ ആഴത്തിൽ ഒഴുകുക. ആ ഒഴുക്കിന്റെ അനുസരിച്ച് ഇങ്ങനെ പോവാ. ഏതായാലും കൊള്ളാം, ആ വെള്ളത്തിൽ നിന്ന് അപ്പുറത്ത് കയറി. കർത്താവിന്റെ വചനമുണ്ടല്ലോ, വെള്ളത്തിൽ കൂടെ നടന്നാൽ ഒഴുകി പോകില്ലെന്ന്. കർത്താവിന്റെ സ്തോത്രം. എല്ലാ സ്ഥലത്തും ദൈവം വചനപ്രകാരം ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവിടെ ചെന്നെ ഒരു ചായക്കട കണ്ടു. അവിടെ ചായ കുടിക്കാനിരുന്നപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ കടയടയ്ക്കാൻ പോവാ, ഇന്ന് വണ്ടിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ കിടക്കും, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരെ ഒരു ചെറായി ഉണ്ട്, അവിടെ പോയി താമസിക്കാൻ പറഞ്ഞു. അവിടെ വരെ എങ്ങനെ പോകും? ഞങ്ങളുടെ വെള്ളത്തിൽ മുങ്ങി വന്നപ്പോഴത്തേക്ക് തുണിയെല്ലാം ഈറനായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇദ്ദേഹം എന്നെയും വെച്ചുകൊണ്ട് ഇങ്ങനെ പോകും. അവിടെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം ഒരു എന്താ പറയുന്നേ, ഒരു ബ്രിഡ്ജ് കവിഞ്ഞൊഴുകുക. ഇദ്ദേഹം കണ്ടില്ല, എന്നെ വലിച്ചോണ്ട് പോയി. എന്റെ സാരി ആ സൈക്കിളിന്റെ പുറയില് ഇങ്ങനെ കറങ്ങി ഞാൻ താഴെ വീണെങ്കിലും സാരി ഇതേലായിരുന്നത് കൊണ്ട് എന്നെ വലിച്ചോണ്ട് പോയി. ഇദ്ദേഹത്തിന് അറിയത്തേയില്ല. ഒന്നാമത് വെള്ളത്തിന്റെ ഇറച്ചില് ഇതിനെ കേട്ടില്ല, എന്നെ ഇങ്ങനെ വലിച്ചോണ്ട് പോയി. അങ്ങ് എന്ന് നോക്കിയപ്പോ എന്റെ ഈ ഒരു വശത്തെ മുഴുവനും പിന്നെ സാരി അങ്ങ് അരഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അങ്ങ് അരഞ്ഞു പോയി. അങ്ങനെ എന്നെ വലിച്ചോണ്ട് പോയി. അവിടെ ചെന്ന് ഞങ്ങൾ തിരിച്ചു നോക്കിയപ്പോ ആ ബ്രദർ ഇല്ല. ബ്രദറിനെ അന്വേഷിക്കാൻ പിന്നെ പോയി. അദ്ദേഹത്തിന്റെ സൈക്കിളിന്റെ ചെയിൻ പൊട്ടിപ്പോയി. അദ്ദേഹം പിന്നെ അവിടെ ഇരുന്ന് അതെല്ലാം ശരിയാക്കിയിട്ട് ഞങ്ങൾ പിന്നെയും പോയി. 2 അവിടെ വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോയി. അത് കണ്ടത്തിനകത്തൂടെ ഇറങ്ങി കയറി വീണും എടുത്തു ചള്ള പേരണ്ടും എല്ലാം പോയി. അവിടെ ചെന്ന് ഉണ്ടല്ലോ, ഒരു വല്യപ്പച്ചൻ വന്ന് ചോദിച്ചു, എന്നാ ഞങ്ങൾ പറഞ്ഞു 2 മുറി വേണം. 2 മുറി വേണമെന്ന് പറഞ്ഞു. 2 മുറി തന്നു. ഒരു മുറിക്ക് 8 രൂപ. അങ്ങനെ 2 മുറിക്ക് 16 രൂപ. ഞങ്ങൾക്ക് പുസ്തകം വിറ്റ് 16 രൂപ കിട്ടിയത് കയ്യിലുണ്ട്, അല്ലാതെ ഒരു പൈസ ഇല്ല. ഏതായാലും കൊള്ള അവിടെ പൈസ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ രാവിലെ എഴുന്നേറ്റ് മെയിൻ സടക്കി വന്നിട്ട് ഒരു ട്രക്ക് വന്നു. വളരെ വേഗത്തിൽ ഓടി വരുന്ന ഒരു ട്രക്ക് വന്നു. ട്രക്കിനകത്ത് നിർത്തി. അതിനകത്ത് 2 സഹോദരന്മാർ ഒന്നിച്ച് എന്നെ വലിച്ചു കയറ്റി അതിനകത്തിട്ട് ഞങ്ങളിങ്ങനെ അവിടെ ഒരു കണക്കിന് ഞങ്ങള് തിരിച്ചു വന്നു. കർത്താവിന് സ്തോത്രം. ആ ഒഴുകി വന്ന വെള്ളത്തിൽ നിന്നും ദൈവം രക്ഷിച്ചു. ആ RSSകാരും എല്ലാവരും കൂടെ ആ മാർക്കറ്റിൽ ഞങ്ങളെ അടിക്കാൻ വന്നപ്പോഴും അവിടെയും ദൈവം സഹായിച്ചു. അങ്ങനെ സുരക്ഷിതമായിട്ട് ഞങ്ങള് സന്ധ്യയായപ്പോൾ രാത്രി വീട്ടിൽ വന്നു. കർത്താവിന് സ്തോത്രം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കുവാൻ കഴിയുന്നില്ല. അപ്പോഴെനിക്ക് അന്ന് ആദ്യമായിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി, സുവിശേഷ വേലക്കാരെ ചെയ്യുന്ന മർദ്ദനങ്ങളും അവരോടുള്ള ശല്യങ്ങളും അവരോടുള്ള എതിർപ്പുകളും ഇങ്ങനായിരുന്നല്ലോ. അതിനുവേണ്ടി നിലനിന്ന ഭക്തന്മാരെ ഞാൻ അന്നേരം തിരിച്ച് കർത്താവ് അവർക്ക് എന്തുമാത്രം ബലം കൊടുത്തു, എന്തുമാത്രം ശക്തി കൊടുത്തു. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് ദൈവമക്കളെ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കടന്നു വന്നു. പിന്നെ അവിടെ കുറച്ച് ദിവസം നിന്നിട്ട് ഞാൻ തിരിച്ചിഞ്ഞ് പോന്നു കഴിഞ്ഞിട്ട് ഞങ്ങള് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ആണെങ്കിൽ ഞങ്ങള് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന ബോർഡ് RSSകാരെടുത്തോണ്ട് പോയി. എന്നിട്ട് അവരെ കൊണ്ട് ഞങ്ങളുടെ വീട് കാലി ചെയ്യിച്ചു. ഞങ്ങള് 11 വീട് മാറി താമസിച്ചു. ഒരു വീട്ടിൽ 8 വർഷം താമസിച്ചു കഴിഞ്ഞപ്പോ ഒരു 25-ാം തീയതി ക്രിസ്മസിന്റെ അന്ന് ഞങ്ങള് ചായ പോലും അനത്തിയില്ല. എന്റെ 3 കുഞ്ഞുങ്ങൾ ഉറങ്ങുക. അപ്പൊ ആ വീട്ടുകാരൻ വന്നിട്ട് ഒരു കട്ടിൽ കൊണ്ട് ഞങ്ങളുടെ മുറിക്കകത്ത് വെച്ചിട്ട് അയാൾ അവിടെ എന്നിട്ട് ഞങ്ങൾ ഇപ്പം തന്നെ ഇവിടുന്ന് മുറി കാലിയാകും.
ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഇന്നത്തെ ത്യോഹാറാ, ഞങ്ങൾക്ക് ഇവിടെ വിരുന്നുകാർ വരും, ആളുകൾ വരും, ഞങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥന നടത്തണം, ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഇവിടുന്ന് മാറണമെന്ന് പറഞ്ഞു. കർശനമായിട്ട് പറഞ്ഞു. അവൻ അവിടെ ഒന്ന് കിടക്കുക. ഞങ്ങളൊരു തുള്ളി വെള്ളം പോലും അനത്തി കുടിച്ചില്ല. കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നു, ആൾക്കാർ 10 മണിയാകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വരും, ഞങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ആയപ്പോ ഞങ്ങളുടെ അയൽവക്കത്തെ ഒരു സഹോദരി ഉണ്ട്, ഒരു ബനിയാണി സഹോദരി. അവരെന്ന് പറയുന്ന എന്റെ സ്വന്തം സഹോദരങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരി. അവരോട് ചെന്ന് പറഞ്ഞു. അവർ പെട്ടെന്ന് ചെന്നു അടച്ചിട്ടിരുന്ന ഒരു വീട് ഉറപ്പിച്ച് ഞങ്ങൾക്ക് കൊണ്ടുതന്നു. ഞങ്ങളെ വിളിച്ച് അവിടെ കൊണ്ട് താമസിച്ചു. അങ്ങനെ കർത്താവ് അവിടെ ഞങ്ങളെ സഹായിച്ചു. അവിടെ ചെന്ന് താമസിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു 2.5 വർഷം കഴിഞ്ഞപ്പോ അവരുടെ വീട്ടുകാർ ഗംഗാനഗറിലാ താമസിച്ചുകൊണ്ടിരുന്നു. അവര് അവിടെ വന്ന് വീടിനകത്ത് കയറി വന്നുണ്ടെ തന്നെ അവിടെ എന്നാ ചോദിച്ചാല് ദീപാറയിലെല്ലാം വലിയ വലിയ കാളിമാതാവിന്റെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഒട്ടിച്ചെല്ലാം ഉണ്ടാക്കി, ഫ്രെയിം ഉണ്ടാക്കി. ഞങ്ങളെന്തുവാ, ഈ കുഞ്ഞുങ്ങൾ രാവിലെ കണ്ണ് തുറക്കുമ്പോ എല്ലാം അതാ കാണുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഇതല്ല. അതെല്ലാം ഊരി എടുത്തിട്ട് ഞാനത് അലമാരിയുടെ പുറത്ത് ഇങ്ങനെ മറച്ചു വെച്ചു. അത് കാരണം ഇവർക്ക് കണ്ടില്ല. ഇവർ വന്നുണ്ടായ ദിവാറെല്ലാം നോക്കിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഭഗവാൻ എന്ത് ചെയ്യും, ഞങ്ങളുടെ ദേവി എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ അലമാരിയുടെ പുറത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അച്ഛാ, ഞങ്ങളുടെ ദൈവത്തെ വേണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങാൻ തയ്യാറാ, പക്ഷേ നിങ്ങളെ ദൈവത്തെ എന്നും പറഞ്ഞ് ഞങ്ങള് അവിടുന്ന് 3 ദിവസം കൊണ്ട് ഞങ്ങളെ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. കർത്താവിന് സ്തോത്രം. അങ്ങനെ ചെയ്ത് ആ ഏരിയയിൽ തന്നെയാണ് ഞങ്ങൾക്ക് വീട് കിട്ടുന്നതും. അങ്ങനെ ഒരു ദൈവകൃപ ഉണ്ടായി. ഏതായാലും കൊള്ളാം. അങ്ങനെ ചെയ്ത് ഇവിടെ ഈ പ്ലോട്ട് വാങ്ങിച്ചു. ഈ പ്ലോട്ട് വാങ്ങിക്കാൻ ഞങ്ങളുടെ ഈ പൈസ ഇല്ല. എന്റെ മോൻ ഒരു ദിവസം ഇങ്ങനെ പ്ലോട്ട് വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് പ്ലോട്ട് വാങ്ങിക്കണമെന്നോ ഒരു വീട് വെക്കണമെന്നോ നല്ലതായിട്ട് താമസിക്കണമെന്നോ ഒന്നും ഒരു ചിന്ത വന്നിട്ടില്ല. എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സാഹചര്യത്തിൽ അനുഭവത്തിൽ ഞങ്ങൾ അതനുസരിച്ച് ജീവിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ആഴമേറി ഭാവിയെ കുറിച്ചൊന്നും ചിന്തിക്കാനൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല, ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പം എന്റെ മോന് സ്ഥലം നോക്കാനായിട്ട് ഇറങ്ങി വന്നോണ്ടേ ഇവിടെ കണ്ട ഒരു മനുഷ്യനെ കണ്ടപ്പോ ചോദിച്ചോണ്ടേ പറഞ്ഞു, ശരിയാ തരാമെന്ന് പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു, ഇത്രയും പൈസ ഒന്നിച്ച് തരാനില്ല, കുറച്ചായിട്ട് തരാം. വിളിച്ചോണ്ട് എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. എന്നെ അറിയുന്ന മനുഷ്യൻ. അന്നേരം പറഞ്ഞു, ആന്റി സ്ഥലം തരാം, നിങ്ങൾ കുറച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. 2 3 പ്രാവശ്യം തന്നാം. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിച്ചു. സ്ഥലം വാങ്ങിച്ച് 7 വർഷം ഇവിടെ കിടന്നു. ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഏതായാലും കൊള്ളാം. അപ്പോഴത്തേക്ക് എന്റെ റിട്ടയർമെന്റ് ഒക്കെ ആയി. ഞാൻ ഈ പിള്ളേരുടെ കല്യാണത്തിന് എന്റെ ലോൺ എടുത്താ പിള്ളേരുടെ കല്യാണം. അത് കാരണം സ്ത്രീധനമൊന്നും കൊടുത്തില്ല. എന്നാലും മറ്റുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയുള്ള കാശ് വേണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ലോണൊക്കെ എടുത്ത. അന്നൊക്കെ ഞങ്ങൾക്ക് പൈസ ഒന്നുമില്ലല്ലോ, ശമ്പളമൊന്നുമില്ല. ശമ്പളം വളരെ കുറവായിരുന്നു ആ സമയം. അപ്പോ ആ കിട്ടുന്നതിന്റെ അനുസരിച്ചുള്ള ലോണേ ഉള്ളൂ. അങ്ങനെ എടുത്ത് എല്ലാം ഞങ്ങൾ ചെയ്ത്. അങ്ങനെ ഏതായാലും ഈ വസ്തു വാങ്ങും. അങ്ങനെ ഇത് 7 മാസം ഇവിടെ ഇതുപോലെ കിടന്നിട്ട് ഇതിനകത്ത് വീട് വെക്കണമെങ്കിൽ ഒന്നുമില്ല. എനിക്ക് റിട്ടയർമെന്റ് ആയപ്പോ അതുകൊണ്ട് എനിക്ക് കിട്ടിയത് കുറച്ചേ ഉള്ളായിരുന്നു. 5 10 12 ലക്ഷം രൂപ. അത് കിട്ടിയിട്ട് എനിക്ക് നേരത്തെ ഈ സ്ഥലം വാങ്ങിച്ച പൈസയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോ എന്റെ ഈ 2.5 ലക്ഷം രൂപ, ആ 2.5 ലക്ഷം രൂപയും കൊണ്ട് ഞങ്ങൾ ഈ വീട് ഉണ്ടാക്കാൻ എല്ലാരും പറഞ്ഞു, തുടങ്ങാന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിയിട്ട് തറയൊക്കെ കുറച്ച് കെട്ടിയിട്ട് ഞങ്ങൾ അങ്ങ് നിർത്തി. ഭർത്താവ് കയ്യിലുണ്ടായിരുന്നത് തീർത്തി. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പം ദൈവമക്കളൊക്കെ പള്ളിക്കാർ ഞങ്ങൾക്ക് 10-50,000 രൂപ തന്നു. റീചാർജുകളൊക്കെ കുറവായിരുന്നു. അപ്പൊ 10-50,000 രൂപ തന്നു. അല്ലാതെ പിന്നെ അവിടെ ഇവിടെയൊക്കെ എല്ലാ ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു. 1000 രൂപ 2000 രൂപ ഒക്കെ അങ്ങനെ ചെറിയ എല്ലാമായിട്ട് ഞങ്ങൾ അത്രയും ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോ ദൈവം അവിടെയും ഞങ്ങളെ ഒന്ന് സഹായിച്ചു. ദൈവമക്കളൊക്കെ അവിടുന്ന് ചിലപ്പോ ചിലര് 25,000 രൂപ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ അയച്ചു തന്നൊക്കെ എല്ലാം ഞങ്ങൾ ഇത്രയാക്കി വെച്ചു. ഇത്രയാക്കി പറഞ്ഞാൽ ദിവാർ കിട്ടി. और നാളത്തെ ചത്ത് ഇടാൻ പൈസ ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിക്കുന്നതിന് മുൻപ് ഒരു സ്ഥലം കിസ്തുകൾ അടച്ച് വാങ്ങിക്കാൻ, തവണ എന്തോ അതിന് പറയുന്നത് മലയാളം. അങ്ങനെ എല്ലാ മാസം തോറും 2,500 രൂപ കൊടുത്താല് ഒരു 60 മാസം കഴിയുമ്പോൾ ഒരു സ്ഥലം നമുക്ക് അതിനുവേണ്ടി 2,500 രൂപ എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്.
അതും കൊടുക്കാനുള്ള നിവൃത്തി ഇല്ലായിരുന്നു. ഞാൻ എപ്പോഴും പാട്ടിനോട് പറയായിരുന്നു, നമുക്ക് എങ്ങനെ അത് കൊടുക്കാനില്ല, അതങ്ങ് നിർത്തിയേക്കാൻ പറയാം. പക്ഷെ നിർത്തിയില്ല, അത് ചെയ്തുകൊണ്ട് തന്നെ. അങ്ങനെ ആയപ്പോ 50ാമത്തെ കിസ്ത് അടച്ചപ്പോ അവരെ ഇതിന് ലോട്ടറി ഒക്കെ ഇടുമായിരുന്നു. അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ പൈസ അടയ്ക്കത്തേ ഉള്ളൂ, പോരും. ഏതായാലും കൊള്ളാം, അന്ന് അകത്തെ അവരുടെ ലോട്ടറിക്കകത്ത് ഇദ്ദേഹത്തിന്റെ പേര് വന്നു. ഒരു വണ്ടി, എന്തോ ബൊളോറോ ഒരു വണ്ടി കിട്ടി. ഞങ്ങളത് അപ്പൊ ഞങ്ങളിങ്ങനെ ഉച്ചയ്ക്ക്, ഞായറാഴ്ച ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക ഈ സംഭവം അറിഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഇത്രയും വലിയൊരു വണ്ടിയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് എന്തോ, അതിനുള്ള ഭാഗ്യം നമുക്കുണ്ട്. നമ്മളിങ്ങനെ അന്നേരം ദൈവത്തോട് ചോദിച്ചത് എന്തോ ആ സംഭവം ശരിയാണോ എന്ന് അവർക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു. ആന്നോ, വന്ന് വണ്ടി കൊണ്ടുപോകാം. ഞങ്ങൾ 2 വിശ്വാസി സഹോദരന്മാരും ഞാനും ഭാഷയും കൂടെ അവിടെ ചെന്നു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ തരാമെന്ന്. അന്നേരം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പൈസ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി അതുകൊണ്ടാണ് ഇച്ചിരി നഷ്ടം വന്നത്. എന്നാലും ഞങ്ങൾ ഓർത്ത് കർത്താവ് തന്നതാ, അതും പോലും കിട്ടാൻ നമുക്ക് യോഗ്യതയില്ലായിരുന്നല്ലോ, ദൈവം തന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് 4.5 ലക്ഷം രൂപയാണ് കിട്ടി. അവർ വണ്ടി എടുത്തിട്ട് ഞങ്ങൾക്ക് കാശ് തന്നു. അതുകൊണ്ട് വന്നിട്ട് ഇവിടുന്ന് ഫ്ലാഷ് എല്ലാം ചെയ്തു. ഫ്ലാഷൊക്കെ ചെയ്തിട്ട് പിന്നെയും ബാക്കി പണി, പിന്നെ കതവ് വെക്കണം, ജനൽ വെക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായി. അപ്പൊ വീട്ടുകാർ അവിടെ ഭയങ്കര ബഹളമാണ്. അവര് പറയാ ഇറങ്ങിയേ പറ്റൂ. അപ്പോഴത്തേക്ക് അത് ഞങ്ങളെ അവർ ഇറക്കാൻ വേണ്ടിയിട്ട് അവര് വീട് പോലും ഒന്നും നന്നാക്കുന്നില്ല. വീടാന്നെ അവരുടെ പഴയ വീടാ. മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഈ ദതടാന്ന് പറയുന്ന ഒരു ചുണ്ണാമ്പ് ഉണ്ടാക്കിയ വീടാ. അതെല്ലാം ഇനി താഴെ വീഴുമ്പോ എല്ലാം അളിഞ്ഞു പുളിഞ്ഞെല്ലാം കിടക്കും. ഒത്തിരി കഷ്ടമാണ് മഴക്കാലത്ത് അവിടെ താമസിക്കാൻ. അങ്ങനെയുള്ള ഒരു സമയമായിരുന്നു. ഭയങ്കര മഴ, ഇടിമെട്ടലും പുല്ലാമിന്നലും ഭയങ്കര കൊടുങ്കാറ്റും മഴയെല്ലാം കൂടെ. ഇവിടെ പൊട്ടിക്കീഴിടത്തൊക്കെ ഞങ്ങൾ പ്ലാസ്റ്റിക് കവറൊക്കെ കൊണ്ട് വെച്ചിട്ടും അത് അവിടെ ഇരിക്കുന്നില്ല, കാറ്റടിച്ചോണ്ട് പോവാ. 3000 രൂപയുടെ ഒരു പ്ലാസ്റ്റിക് കവർ വലിയത് ചത്ത് നിറച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം മാറ്റിക്കൊണ്ട് വന്നു. അത് ഇട്ടിട്ട് ഞങ്ങൾ പിള്ളേർ താഴെ വന്നപ്പോഴത്തേക്ക് കാറ്റടിച്ച് എവിടെ കൊണ്ടുപോയെന്ന് അതിന്റെ നാമോനിശാൻ പോലും ഇല്ലാതെ. അങ്ങനെ അപ്പൊ അന്ന് അവിടെ ചത്തിന്റെ പുറത്ത് നിന്നോണ്ട്, അപ്പൊ കൂരിരുട്ട് 7 മണി ആയതേ ഉള്ളൂ. പക്ഷേ ഈ മഴ കാറ്റും കൊടുങ്കാലും എല്ലാം ആയിട്ട് ഭയങ്കരം കൂരിരുട്ട് പോലെ. കർത്താവേ, ഈ രാത്രി ഇനി എനിക്ക് കാണാനിടയാകരുതേ, ഇതുപോലൊരു രാത്രി കാണാനിടയാകരുതേ. ഞാൻ ആ ചത്തിന്റെ പുറത്ത് ഞാൻ കൈകളെ ഉയർത്തി പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇനിയെങ്കിലും ഞങ്ങൾക്കൊരു വിടുതൽ തരണമേ, ഇനിയെങ്കിലും ഞങ്ങൾക്കൊരു സ്വസ്ഥത തരണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഏതായാലും കൊള്ളാം, ആ വർഷം തന്നെ ഞങ്ങൾക്ക് പോരാൻ ദൈവം തമ്പുരാൻ ഇടയാക്കി. പിന്നെ വീടൊക്കെ ശരിയാക്കി. കതവും ജനലും ഒന്നും ഇല്ലായിരുന്നു അവരിറക്കി വിട്ടപ്പോ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പിന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കതവും ജനലും ഒക്കെ ഒരു ഗേറ്റും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇതിനകത്ത് വന്ന് താമസിച്ചു. മെയ് 13-ാം തീയതി ഞങ്ങൾ ഇതിനകത്ത് പ്രവേശിച്ചു. 2016 ഞങ്ങൾ ഇതിനകത്ത് വന്നു. കർത്താവ് അങ്ങനെ ഇവിടെ സ്വസ്ഥമായിട്ട് താമസിക്കാനും ഈ ഭൂമിയിൽ സ്വസ്ഥമായിട്ട് താമസിക്കാനും ഒരു ഞങ്ങൾക്കറിയാം. ഈ കെട്ടിയ വീടും എല്ലാം ഇവിടുന്ന് നാശമായി പോകും. എന്നാൽ കർത്താവ് ഒരുക്കിയ സ്വർഗീയ ഭവനത്തിൽ പോകാനുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളായിരുന്നു. ദൈവം ഇവിടെയും താമസിക്കാനുള്ള സൗകര്യം. അതുകൊണ്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഒരിക്കലും മറക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്കിതെല്ലാം, ഞാൻ എന്നും രാത്രിയിൽ ഞാൻ അധികം ഉറങ്ങുകയില്ല. ഞാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഇങ്ങനെ മനസ്സിൽ ഓർക്കാൻ ദൈവത്തെ സ്തുതിച്ചു വാഴ്ത്തും. ഞാൻ ആ കാര്യം മറക്കാനാകാത്ത കാര്യങ്ങൾ എന്റെ ദൈവം. ഞാൻ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതിരുന്ന, ഞങ്ങൾ പട്ടിണി കിടന്ന, മറ്റുള്ളവരുടെ സഹായത്തോടെ, ഞങ്ങൾക്ക് കൊടുക്കുവാൻ തുണിയില്ലായിരുന്നു, അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ നിന്നും ദൈവം, ആസ്തത്തിൽ മനുഷ്യർ പാടുന്ന പോലെ ചേറ്റിൽ നിന്നും ദൈവം എന്നെ കയറ്റി. സത്യനാഷ്ക ഗഡേശ പ്രഭുവിനെ ദൈവം ഞങ്ങളെ ഉയർത്തി. അങ്ങനെ അതൊക്കെ ആ അനുഭവത്തിൽ കൂടെ വന്നപ്പോ എനിക്ക് ദൈവത്തെ മറക്കുവാൻ ഒട്ടും കഴിയത്തില്ല. ആ സമയം ദുഃഖത്തിലും ശത്രുവിന്റെ പോരാട്ടത്തിലും എല്ലാം ദൈവം തന്ന വിടുതലും, ദൈവം തന്ന കരുതലും, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ എല്ലാം ഓർക്കുമ്പോൾ അതൊന്നും മറക്കാൻ സാധ്യമല്ല. കർത്താവ് ഇപ്പോഴും എന്നെ മാറോണ്ടണച്ച് നടത്തുന്നു. ദുഃഖമുണ്ട്, പരീക്ഷാനുണ്ട്, കഷ്ടതകളുണ്ട്. ഞങ്ങൾ ഓളുണ്ടാക്കുന്നത് മേളിലാണ്. താഴെ ഞങ്ങൾ 2 മുറി ഒരു ചെറിയൊരു വരാന്തയുമായിട്ട് ഉണ്ടാക്കി. വരാന്തയിലാണ് ഇപ്പം പ്രാർത്ഥന നടക്കുന്നത്. മേളില് ഓളം ഉണ്ടാക്കാനായിട്ട് ദിവാറൊക്കെ കെട്ടി കട്ടലയൊക്കെ വെച്ചേക്കുക. അതിന്റെ ബാക്കി കാര്യങ്ങൾ പൂർത്തിയായിട്ടില്ല ഇതുവരെയായിട്ടും. ഇത്രത്തോളം നടത്തിയ ദൈവം അത് നടത്തി തരും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കർത്താവ് നടത്തി തരും, എനിക്ക് വിശ്വാസമുണ്ട്. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ ദാസന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലായിരുന്നു.
പിന്നെ എന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്കൊന്നും തരാനില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഭർത്താവിന്റെ വീട്ടില് അവര് ഞങ്ങളെ പോലെ പട്ടിണി കിടന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ അപ്പനും അമ്മയും ജോലിക്കാരാണ്. അതുകൊണ്ട് അവർ പട്ടിണി കിടന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാലും അവർക്ക് നിക്ഷേപിക്കാനായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നു, അനിയന്മാരുടെ കയ്യിലായിരുന്നു. ഒരു പെങ്ങളും ഒരു അനിയനും മരിച്ചുപോയി. പിന്നെ ഒരു അനിയൻ ഇപ്പോഴുണ്ട്, അവർക്ക് ഒരു മോനുണ്ട്. അവർ ഇപ്പോഴും ഉജ്ജയിനിൽ തന്നെയാണ്. വല്ലപ്പോഴും വരും ഞങ്ങളെ കാണാൻ. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് വീട്ടിൽ നിന്നും ഒന്നുമില്ലായിരുന്നു. അപ്പൊ ആ ഒന്നുമില്ലായ്മയിൽ നിന്നൊക്കെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഞാൻ എവിടെ ഇരുന്ന കേരളത്തിന്റെ ഒരു കുഗ്രാമത്തില് ഒരു കുടിലിൽ ജീവിച്ചുകൊണ്ടിരുന്ന എന്നെ വിളിച്ചുകൊണ്ട് വന്ന് കർത്താവ് എന്നെ ഇത്രത്തോളം ആക്കിയെടുത്ത കൃപയെ ഓർക്കുമ്പോ എനിക്ക് ഒത്തിരി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് എങ്ങനെ ഞാൻ നന്ദി. ഒരു പാട്ടുണ്ടല്ലോ, എന്തോ എനിക്ക് അറിയത്തില്ല, അത് ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് നന്ദി പറഞ്ഞിടുവാൻ നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സമിത് പോരാ. എനിക്കങ്ങ് ഇവിടെ എല്ലായിടത്തും പോയി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹമുണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവം തന്ന ഉപകാരങ്ങളെ മറക്കാനൊക്കെ. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഇനി ഒരു ടങ്കി കിട്ടുന്നിടം വരെ ഈ ടങ്കി എനിക്ക് കത്തിച്ചു തരണം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നെയും കത്തിച്ചുടനെ അത് കത്താൻ തുടങ്ങി. 15 ദിവസം ആ കാലി ടങ്കി ചലിച്ചു. എനിക്കൊരു സഹോദരി ഒരു ടങ്കി കൊണ്ട് തരുന്നിടം വരെ അത് ചലിച്ചു. കർത്താവ് ചെയ്ത ഉപകാരം. എനിക്ക് 3 മക്കളുള്ളത്, 3 പേരും സുഖമായിട്ട് കഴിയുന്നു. എൻ്റെ ഒരു ചെറിയ ഇളയ മോൾ ഇവിടെ തന്നെ ഞങ്ങളുടെ അടുക്കൽ തന്നെ ഒരു വീട് വെച്ച് അവർ താമസിക്കുന്നു. അവരുടെ അമ്മയപ്പനും കൂടെ ഉണ്ട്. അവരുടെ മൂത്ത മോനെ 2 പിള്ളേരുണ്ട്, ഒരാണും ഒരു പെണ്ണും. പെങ്കൊച്ചു പഠിക്കാൻ പോയിക്കുക. മോൻ എൻ്റെ കൂടെ ഉണ്ട്. കൊച്ചുമോനെ 10ൽ പഠിക്കുക. ഞങ്ങൾ കുടുംബമായിട്ട് ഇങ്ങനെ ഇവിടെ കഴിയുന്നു. ദൈവം തന്ന ഉപകാരങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചും വാഴ്ത്തിയും ജീവിക്കുന്നു. ഇനിയിപ്പം ഞങ്ങള് എത്ര നാൾ ജീവിക്കുമെന്ന് അറിയത്തില്ല. നല്ല മോന്റെ സുവിശേഷമെല്ലാം വർദ്ധിച്ചു വരുവാൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ പ്രയാസമാണ് സുവിശേഷം പ്രസംഗിക്കാനും ഒക്കെ. അതുകൊണ്ട് അവരുടെ വേല നശിച്ചു പോകാതെ ദൈവസന്നിധിയിൽ അവർ നിലനിൽപ്പാൻ വേണ്ടിയിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. ഇതിനു വേണ്ടി പ്രേരിപ്പിച്ച ദേവദാസിനെ പാസ്റ്റർ ഡാനിയൽ ജോൺ ഗുജറാത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നേക്കും അദ്ദേഹത്തെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള അനുഭവ സാക്ഷ്യങ്ങളെ കളക്ട് ചെയ്ത് പബ്ലിക്കിന്റെ മുൻപിൽ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കൊടുത്ത ആ വലിയ പ്രേരണയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കൊടുത്ത ഒരു വലിയ കൃപയാണിത്. ഒരു കൃപയാണ്, ദൈവത്തിന്റെ ഒരു വലിയ കൃപയാണ്. ദൈവം ആ പാഷനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. കേൾവിക്കാരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ എല്ലാവർക്കും കാണുമെന്ന് ഞാൻ ഓർക്കുന്നു. കർത്താവ് നമ്മൾ കഷ്ടങ്ങൾ വന്നാലും പ്രതിബന്ധങ്ങൾ വന്നാലും ദൈവം പറഞ്ഞില്ല, ദൈവം പറഞ്ഞ് കഷ്ടമുണ്ട്, ഇന്നൊക്കെ ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. എന്നാൽ ബൈബിളിൽ യാക്കോബ് 1:12 പറയുന്ന പോലെ പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, അവന് ജീവന്റെ കിരീടം കിട്ടും. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതും പ്രയാസപ്പെടുന്നതും ഒക്കെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾക്ക് ജീവിക്കാൻ. കർത്താവ് നമ്മളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ആരെല്ലാം എവിടെയായിരുന്നാലും സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കാനിരിക്കുന്ന കിരീടം പ്രാപിക്കാം. നമുക്ക് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം. ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ പൊന്നമ്മ ആൻറ്റി. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഇത്രത്തോളം സമയം അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നടത്തിയതായ വിളിച്ചു വേർതിരിച്ചതായ ആ അനുഭവങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര വലിയതാണ്, എത്ര സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയാണ് ഈ അനുഭവത്തിലേക്ക് ഇന്ന് കടന്നു വരുവാൻ്റെ കൂടെയായി തീർന്നത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ അറിഞ്ഞ സത്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുവാൻ പല സന്ദർഭങ്ങളും വിനിയോഗിച്ചു എന്ന് ആ വാക്കുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. എങ്കിലും യേശുവിനെ അറിഞ്ഞതിന് ശേഷം ജീവിതം പൂർണ്ണമായി കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാകുകയും ഒരു ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന നിലയിൽ രാജസ്ഥാനിൽ തന്നെ ജീവിതം തുടരുവാൻ അവിടെ ചില ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കുവാൻ ഇവിടെയായി തീർന്നു. ദർശനങ്ങളിലൂടെ, വെളിപ്പാടുകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെട്ട ആ പ്രത്യേക സന്ദർഭങ്ങളൊക്കെ എടുത്തു പറയപ്പെട്ട വിഷയങ്ങളാണ്, നല്ല അനുഭവങ്ങളാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിന്നെയും സർവ്വകൃപാലുവായ ദൈവത്തിന് ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ കർത്താവിൻ്റെ ദാസിയെയും കുടുംബാംഗങ്ങളെയും മക്കളെയും മരുമക്കളെയും ചെറുമക്കളെയും എല്ലാവരെയും
ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേൾവിക്കാരാകുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തർക്കും ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹവും വിടുതലും കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അരോമാറ്റിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രിയ പൊന്നമ്മ ഒരു വാക്കിൽ ഈ നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ സ്തുതിക്കുന്ന രാജ സ്തുതിക്കുന്ന രാജ സ്തുതിക്കുന്ന രാജ സ്തുതിക്കുന്ന രാജ. ഹല്ലേലൂയ. സർവശക്തിമാനായ സ്വർഗീയ പിതാവ് ദൈവമേ, നൽകി തന്ന സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. ഈ മരുഭൂമി യാത്രയിൽ ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. രാജരാജനെ സ്തോത്രം. തമ്പുരാൻ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു കർത്താവെ. സത്യമായിട്ടും ചേറ്റിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് ഇത്രത്തോളം ഞങ്ങളെ ആക്കിയെടുത്ത നിന്റെ വൻപിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവെ. സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അരോമ ടീമിൽ കർത്താവെ പങ്കുകൊള്ളുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. കേൾവിക്കാർക്ക് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. അവരവർ നിൽക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവെ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നിരുന്നാലും ദൈവം കാത്തു പരിപാലിക്കുന്ന വൻകൃപകളെ ഓർക്കുമ്പോൾ നന്ദിയോട് നിന്നെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. അത്ഭുതം പ്രവർത്തിക്കുന്നവൻ കൂടെ ഇരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ. ഹല്ലേലൂയ. ചെങ്കടലിലും വഴി തുറന്ന് ഞങ്ങളെ സഹായിക്കുന്ന ദൈവം കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള വാഗ്ദത്തം പൂർത്തിയാകുവാൻ എന്റെ കർത്താവ് ഞങ്ങളെ അനുവദിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, ടിവിയിൽ പ്രവർത്തിക്കുന്ന കർത്താവെ സ്തോത്രം. പാസ്റ്റർ ദാനിയേൽ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അദ്ദേഹം ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തിക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവെ. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ആരോഗ്യം, അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന നല്ല ആത്മീയ ജീവിതം, എല്ലാത്തിനുമായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവെ. വീണ്ടും കർത്താവെ പ്രവർത്തിക്കുവാനുള്ള കഴിവ് കൊടുക്കണമേ. കുടുംബത്തെ മൊത്തമായിട്ടും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവെ. സ്തോത്രം. എന്റെ സാക്ഷ്യം കേട്ട എല്ലാ സഹോദരന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. അവരുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ അപത്തനർത്ഥങ്ങളിൽ നിന്നും നീ വിടുതൽ കൊടുക്കണമേ എന്റെ കർത്താവെ. സ്തോത്രം. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ നാഥാ ഞങ്ങൾ തളർന്നു പോകാതെ, ഈ ലോകത്തോട് ഞങ്ങൾ അനുകൂലരാകാതെ കർത്താവേ സ്തോത്രം സ്തോത്രം കർത്താവേ. സ്തോത്രം സ്തോത്രം രാജ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുക്കമുള്ളവരായിട്ട് ഇരിപ്പാൻ സഹായിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ തീയിലിട്ട് ഞങ്ങളെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ, നിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ അമിതമായ ബലത്തിൽ ജീവിക്കാനുള്ള കൃപ തരുമാറാകണമേ നാഥാ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ തരണമേ. നിന്റെ മന്ദമായ ശബ്ദം കേട്ട് ആ പാതയിൽ ജീവിക്കാനുള്ള കൃപ തരുമാറാകണമേ നാഥാ. സ്തോത്രം സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. അടിയനെ പിന്നെയും നിന്റെ കരങ്ങളിൽ തരുന്നു കർത്താവേ. അതിൽ ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഇനി മേലിലും നിന്നെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അടിയങ്ങളുടെ പ്രാർത്ഥന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ. താങ്ക് യു പ്രിയ പൊന്നമ്മ ആൻറ്റി. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിനെ കർത്താവിൻ്റെ ദാസിയോടും കുടുംബാംഗങ്ങളുമായി നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി ഇവിടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ aroma.tv.co.in വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രെയർ ലൈൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞങ്ങളുമായി ബന്ധപ്പെടുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു.
ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.